നമുക്ക് ബൈബിളിൽ നിന്നൊരു ഭാഗം വായിച്ച് ചില കാര്യങ്ങൾ ഒരുമിച്ച് ചിന്തിച്ചിട്ട് ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ് ദൈവസന്നിധിയിൽ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ അവസാന അധ്യായം 28-ാമത്തെ അധ്യായം 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് ഒരുമിച്ച് വായിച്ച് പ്രാർത്ഥിക്കാം. മഴയും ശീതവും നിമിത്തം തീ കൂട്ടി ഞങ്ങളെയൊക്കെയും കൈക്കൊണ്ടു. പൗലോസ് കുറെ വിറക് പെറുക്കി തീയിലിട്ടപ്പോൾ ഒരണലി ചൂട് നിമിത്തം പുറപ്പെട്ട് അവന്റെ കൈക്ക് പറ്റി. ആ ജന്തു അവന്റെ കൈമേൽ തൂങ്ങുന്നത് ബർബരന്മാർ കണ്ടപ്പോൾ, ഈ മനുഷ്യൻ ഒരു കൊലപാതകൻ, സംശയമില്ല, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടും നീതിദേവി അവനെ ജീവിച്ചിരിപ്പാൻ സമ്മതിക്കുന്നില്ല എന്ന് തമ്മിൽ പറഞ്ഞു. അവനോ ആ ജന്തുവിനെ തീയിൽ കുടഞ്ഞു കളഞ്ഞു, ദോഷമൊന്നും പറ്റിയില്ല. അവൻ വീർക്കുകയോ പെട്ടെന്ന് ചത്തുവീഴുകയോ ചെയ്യുമെന്ന് വെച്ച് അവർ കാത്തുനിന്നു. വളരെ നേരം കാത്തു നിന്നിട്ടും അവന് ആപത്തൊന്നും ഭവിക്കുന്നില്ല എന്ന് കണ്ട് മനസ്സു മാറി അവൻ ഒരു ദേവൻ എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന്റെ സമീപത്ത് പുബ്ലിയോസ് എന്ന ദ്വീപ് പ്രമാണിക്ക് 11-ാമത്തെ വാക്യം വരെ വായിക്കാം. ഒരു ജന്മഭൂമി ഉണ്ടായിരുന്നു. അവൻ ഞങ്ങളെ ചേർത്ത് 3 ദിവസം ആദരവോടെ അതിഥി സൽക്കാരം ചെയ്തു. പുബ്ലിയോസിന്റെ അപ്പൻ പനിയും അതിസാരവും പിടിച്ചു കിടപ്പായിരുന്നു. പൗലോസ് അവന്റെ അടുക്കൽ അകത്തു ചെന്ന് പ്രാർത്ഥിച്ച് അവന്റെ മേൽ കൈവച്ച് സൗഖ്യം വരുത്തി. ഇത് സംഭവിച്ച ശേഷം ദ്വീപിലെ മറ്റു ദീനക്കാരും വന്ന് സൗഖ്യം പ്രാപിച്ചു. അവരും ഏറിയ സമ്മാനം തന്ന് ഞങ്ങളെ മാനിച്ചു. ഞങ്ങൾ കപ്പൽ കയറുന്ന സമയം ആവശ്യമുള്ളത് കയറ്റി തന്നു. 3 മാസം കഴിഞ്ഞ ശേഷം ആ ദ്വീപിൽ ശീതകാലം കഴിച്ചു കിടന്നിരുന്ന അശ്വനി ചിഹ്നമുള്ള ഒരു അലക്സാന്ദ്രിയ കപ്പലിൽ ഞങ്ങൾ കയറി പുറപ്പെട്ടു. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞ ശബ്ദത്തോടെ. നമുക്ക് അറിയാവുന്ന ഭാഗമാണ് ബൈബിളിലെ അപ്പോസ്തല പ്രവൃത്തി 28-ാമത്തെ അധ്യായം. അപ്പോസ്തലന്മാരുടെ ശുശ്രൂഷകളുമായൊക്കെ ബന്ധപ്പെട്ട് അപ്പോസ്തലനായിരിക്കുന്ന ലൂക്കോസ് എഴുതിയ ഒരു പുസ്തകമാണ്. അതിൻ്റെ അവസാന ഭാഗമാണ് നമ്മൾ വായിച്ചത്. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് 1, 2, 3, 4ഓളം പ്രവചന ശബ്ദങ്ങൾ ഈ സഭയുമായി ബന്ധപ്പെട്ട് ഇതിനകത്തിരിക്കുന്ന വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആത്മാവിൽ റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതെന്നോടാണെന്ന് തോന്നിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. കരമടിച്ചോ ആമേൻ പറഞ്ഞോ, നിങ്ങൾക്ക് എങ്ങനെയൊക്കെ അതിനെ സ്വീകരിക്കാൻ പറ്റുമോ അതുപോലെ അതിനെ സ്വീകരിക്കുക. എനിക്കറിയാം വലിയ ദൈവസാന്നിധ്യം ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. അത് തന്നെ ഈ രാത്രി സംഭവിക്കുമാറാകട്ടെ. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ വായിച്ച ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, അതിൻ്റെ കോണ്ടെക്സ്റ്റുകൾ അറിയാവുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തിയിലെ ഏറ്റവും 1-ാം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വലിയ ഒരു മൂവാണ്, ഏറ്റവും വലിയ ഒരു റിവൈവൽ നടന്ന ഒരു വലിയ മൂവായിരുന്നു അന്ത്യോക്യയിലെ മൂവ്. അന്ത്യോക്യൻ സഭ വളരെ പ്രാധാന്യമുള്ളതും ഇന്നും നിലനിൽക്കുന്ന അതിൻ്റെ തുടർ പ്രവർത്തനങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ മൂവായിരുന്നു അപ്പോസ്തല പ്രവൃത്തിയിൽ അന്ത്യോക്യയിൽ. ഏകദേശം അപ്പോസ്തല പ്രവൃത്തി 13-ാമത്തെ അധ്യായത്തിലാണ് അന്ത്യോക്യയിലെ മൂവ് ആരംഭിക്കുന്നത്. ആ മൂവിൽ തുടങ്ങിയ ഒരു വലിയ ശുശ്രൂഷകൾ, അവിടുത്തെ ഒരു ശുശ്രൂഷകനായിരുന്നു അഗബസ് എന്ന് പറയുന്ന ഒരു പ്രവാചകൻ. ആ പ്രവാചകൻ, അന്ത്യോക്യൻ മൂവിൻ്റെ പ്രത്യേകത അതൊരു പ്രൊഫറ്റിക് മൂവായിരുന്നു. അതിനകത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവരും പ്രവചിക്കുന്നവരായിരുന്നു, ദർശനങ്ങൾ കാണുന്നവരായിരുന്നു. അസാധാരണമായി ദൈവം ഉപയോഗിക്കുന്ന വലിയ മിഷൻ ട്രിപ്പുകൾ, പൗലോസിൻ്റെയും ശിലാസിൻ്റെയൊക്കെ ആദ്യത്തെ മിഷൻ ട്രിപ്പ് ആ സഭയിൽ നിന്നാണ് പ്രാർത്ഥിച്ചവരെ അയക്കുന്നത്. ആ സഭയിൽ ഒരു പ്രവാചകൻ, അഗബസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു അരക്കച്ചല്ലേ പാസ്റ്റർ, അരക്കച്ച എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ ദേഹത്തെല്ലാം വരിഞ്ഞ് മുറുക്കി. എന്നിട്ട് അദ്ദേഹം ആ അരക്കച്ചയെ നോക്കി പ്രവചിച്ചു പറഞ്ഞു, ഇതിൻ്റെ ഉടമസ്ഥൻ ഇതുപോലെ യെരൂശലേമിൽ പിടിക്കപ്പെടാൻ പോകുകയാണ്. ആമേൻ. താൻ പ്രവചിച്ചത് പൗലോസിൻ്റെ അരക്കച്ചയെക്കുറിച്ചായിരുന്നു. താൻ എന്തു പറഞ്ഞോ അതുപോലെ തന്നെ പൗലോസ് യെരൂശലേമിൽ പിടിക്കപ്പെടുമെന്ന് നേരത്തെ ദൈവം അറിയിച്ചു.
അത് മനസ്സുകൊണ്ട് തയ്യാറായി തന്നെയാണ് പൗലോസ് നിന്നത്. താൻ അറസ്റ്റഡായി ഒരു രാത്രി മൊത്തവും തന്നെ വിചാരണ ചെയ്തു. വധശിക്ഷയ്ക്ക് തന്നെ വിധിച്ചു. പക്ഷേ ആ രാത്രിയിൽ ഒരു ഏഞ്ചൽ പൗലോസിന് വെളിപ്പെട്ടു. ആമേൻ. പൗലോസിനോടൊരു ദൂത് പറഞ്ഞു, നിന്നെ യെരൂശലേമിൽ നിർത്തിയതുപോലെ ഞാൻ നിന്നെ റോമിൽ കൈസരുടെ മുമ്പിൽ നിർത്താറാക്കും. ഒറ്റ രാത്രിയിൽ ഒരു ദൂത് വരികയാണ്. ആ രാത്രി തന്നെ കുറച്ച് കുറ്റവാളികളെ ചേർത്ത് ഒരു ചെറിയ കപ്പലൊക്കെ റെഡിയാക്കി അവരെ ആ രാത്രി തന്നെ യാത്ര അയച്ചു. ഒരു അടിസ്ഥാനം എന്നവണ്ണം ഒരു ദൂത് അടിസ്ഥാനം എന്നവണ്ണം ഇട്ടിട്ട് നമ്മൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. പ്രവചനം പറയിപ്പിച്ച ദൈവം തന്നെ അതിൻ്റെ പ്രൊവിഷൻ ഒരുക്കും. ഞങ്ങൾ കേട്ടിട്ടാണോ മനസ്സിലായിട്ടാണോ കൈയടിച്ചെന്ന് എനിക്കറിയത്തില്ല. കുറച്ച് പേര് കൈയടിച്ചു. കൈയടിച്ചവർക്കായി സ്തോത്രം. 2025 തീരുന്നതിന് മുമ്പ് തന്നെ ചിലരുടെ കാതിൽ കേട്ട ദൂതുകൾക്ക് ദൈവം അതിന് ഫുൾഫിൽ ചെയ്യുമാറാകട്ടെ. പ്രോഫസി തന്ന ദൈവം തന്നെ അതിൻ്റെ പ്രൊവിഷൻ തന്നിരിക്കും. ദൈവം തന്നെ അതിൻ്റെ കാര്യങ്ങളെ ക്രമീകരിച്ചു. ഒരു രാത്രി ഒരു യാത്ര തിരിച്ചു. ആ യാത്ര വലിയ ദുർഘടങ്ങൾ നിറഞ്ഞ യാത്രയായിരുന്നു. അതിൻ്റെ പുറകോട്ടുള്ള പ്രീവിയസ് ചാപ്റ്ററുകൾ വായിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഒത്തിരി കാറ്റുകളെ അവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ ആ ഭാഗത്തൊക്കെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഞാൻ മുന്നോട്ട് പോവുകയാണ്. തെക്കൻ കാറ്റ്, വഴുതിക്കാറ്റ്, സമ്മതിക്കാത്ത കാറ്റ്, ഇങ്ങനെ മലയാളത്തിൽ ഒത്തിരി പേരുകൾ ആ കാറ്റുകൾക്കുണ്ട്. ദിവസങ്ങളോളം നീണ്ടുന്ന യാത്രയാണ്. ഇടയ്ക്ക് വെച്ച് ആ പായ്ക്കപ്പൽ പൊളിയുന്നു, വേറൊരു കപ്പലിലേക്ക് അവർ ഷിഫ്റ്റ് ആകുന്നു. അവസാനം നല്ലൊരു കപ്പലിൽ അവർ യാത്ര തിരിക്കുന്നു. അവസാനം ഒരു കാറ്റ് വരുന്നു. ആ കാറ്റിൻ്റെ പേരറിയാവുന്നവരെന്ന് പറയാമോ? എന്താ? ഈശാനമൂലൻ എന്ന വലിയ കൊടുങ്കാറ്റ്. ഈ കാറ്റടിച്ചപ്പോൾ കപ്പൽ പൊളിയുമെന്നായി. അതിനകത്തെ ചരക്കുകളെല്ലാം അവർ കടലിലേക്ക് എറിയുകയാണ്. പക്ഷേ തന്നെ യാത്ര അയച്ച അതേ ദൂതൻ വീണ്ടും ആ രാത്രി പ്രത്യക്ഷനായി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് ആ ദൂത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആ ദൂത് ആവർത്തിക്കാൻ പരിശുദ്ധ എന്നാ പറയുന്നത്. ആ ദൂത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ദൂത് ഇങ്ങനെയാണ്. ദൂത് എൻ്റെ ഭാഷ പറയാം. പൗലോസിനോട് പറയുകയാണ്, ഇപ്പോൾ പ്രാണഭയത്താൽ, ആ വാക്യങ്ങൾ ഒത്തിരി, 14 ദിവസമായി സൂര്യനെയും ചന്ദ്രനെയും കണ്ടിട്ട് വലിയ മരണം മാത്രം, മരണഭീതി. നിങ്ങളിനി പൗലോസിനെ ബൈബിളിൽ എവിടെ പഠിച്ചാലും പൗലോസിനിൽ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഈ പൗലോസിന് ഭയങ്കര ധൈര്യമാണ്. നമ്മളെപ്പോലെയല്ല. ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേ പേടിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുകയും വിശ്വാസം മാറുകയും ചെയ്യുന്ന ആളല്ല പൗലോസ്. എത്ര പ്രതികൂലം വന്നാലും പുള്ളി ഇങ്ങനെ ബോൾഡായിട്ട് നിൽക്കുകയാണ്. മരണമൊക്കെ ഫേസ് ടു ഫേസ് ആയിട്ട് വന്നു. ഒരു പ്രാവശ്യം കല്ല് എറിഞ്ഞ് കൊന്ന് മരിച്ചു എന്ന് കരുതി എടുത്ത് വെളിയിൽ കൊണ്ടിട്ടു. അടുത്ത വാക്യത്തിൽ വായിക്കുന്നത്, തൻ്റെ സഹ ശുശ്രൂഷന്മാർ ചുറ്റും നിന്ന് പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഈസിയായിട്ട് എഴുന്നേറ്റ് ദർബയ്ക്ക് ശുശ്രൂഷിക്കാൻ പോയെന്നാ. ആമേൻ. കൊല്ലാൻ നിൽക്കുന്ന അധികാരിയുടെ മുമ്പിൽ തല ഉയർത്തിയിട്ട് പറഞ്ഞു, കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ ഞാൻ നിന്നോട് സുവിശേഷം അറിയിക്കാം. മരണത്തിന് മുമ്പ് സുവിശേഷം അറിയിച്ച ആളാ. ഇച്ചിരൂടെ പറയാം, നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ്, ഇയാൾക്ക് പേടി എന്ന് പറഞ്ഞ സംഭവം അദ്ദേഹത്തിൻ്റെ ലൈഫിലില്ല. ഓ ഹല്ലേലൂയ. പക്ഷേ ഒരിടത്തും പേടിക്കാത്ത ആള് ഈ സ്ഥലമൊക്കെ എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ലൂക്കോസ് റിപ്പോർട്ട് ചെയ്യുന്നത്, എല്ലാവരുടെയും ആശ നഷ്ടപ്പെട്ടു പോയി. ആമേൻ. ആശ നഷ്ടപ്പെടും. ആശ എന്ന് പറഞ്ഞാൽ ആശയുടെ ഓപ്പോസിറ്റാണ് നിരാശ എന്ന് പറഞ്ഞാൽ. ആശ നഷ്ടപ്പെട്ടപ്പോൾ നിരാശ ഉള്ളിൽ വരാൻ തുടങ്ങി, ഭയം കയറാൻ തുടങ്ങി, സന്തോഷങ്ങൾ കെടാൻ തുടങ്ങി, നിരാശകൾ അകത്ത് കയറാൻ തുടങ്ങി. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അവസാന ഘട്ടങ്ങളാണ് താൻ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സമയത്താണ് ദൈവത്തിൻ്റെ ദൂതൻ തനിക്ക് പ്രത്യക്ഷനായത്. എന്നിട്ട് തന്നോട് പറഞ്ഞൊരു ദൂതുണ്ട്. ആ ദൂത് ഇതാണ്, കപ്പൽ പൊളിയും. ഈ ഒരു കപ്പൽ മൊത്തത്തിൽ തകരാൻ പോകുകയാണ്. പക്ഷെ നീയോ നിൻ്റെ കൂടെയുള്ള ഒരാൾക്കും പ്രാണന് ഹാനി വരുത്തില്ല. ഓ, അത് ഉറപ്പുള്ളവര് കരമടിച്ചോ. എങ്ങനെയാണോ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നത്. നിങ്ങൾ ആശ്രയിക്കുന്നത് നഷ്ടപ്പെട്ടേക്കാം, പ്രതീക്ഷകൾ പോയേക്കാം, എക്സ്പെക്റ്റേഷൻ നഷ്ടപ്പെട്ടേക്കാം. നിങ്ങൾ എന്തിനെ പ്രതീക്ഷിച്ചിരിക്കുന്നോ അത് സമയമാകുമ്പോൾ നഷ്ടപ്പെട്ടേക്കാം.
നിലനിൽപ്പുകൾ ഇളകി മാറിയേക്കാം, പക്ഷെ നിങ്ങളുടെ കുടുംബത്തിൽ ഒരാളുടെ പോലും എണ്ണം കുറയാതെ. കപ്പൽ പൊളിയും, പക്ഷെ ഒരാളുടെയും പ്രാണന് ഹാനി വരുത്തില്ല. ഇതൊരു ഉറപ്പാണ്. അതുകൊണ്ടാണ് പൗലോസ് എല്ലാവരും പ്രാണഭയത്താൽ നിലവിളിക്കുമ്പോൾ പൗലോസ് അവരുടെ നടുവിൽ എഴുന്നേറ്റ് ഫുഡ് കൊടുത്തിട്ട് പറയുകയാണ്, ഇപ്പം നമ്മൾ സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാൻ. ആമേൻ. അതാർക്കും പറ്റത്തില്ല, പക്ഷെ പൗലോസിന് പറ്റും. കാരണം പൗലോസിൻ്റെ ധൈര്യത്തിൻ്റെ കാരണം പൗലോസ് പറയുകയാണ്, എൻ്റെ ഉടയവന് ഞാൻ സേവിച്ച് നിൽക്കുന്നവനുമായവൻ തലേ രാത്രി എന്നോട് വന്ന് സംസാരിച്ചു, നമ്മളിൽ ആരുടെയും പ്രാണന് ഹാനി വരുത്തില്ല. സോ പറഞ്ഞതുപോലെ തന്നെ കപ്പൽ പൊളിഞ്ഞു, ഏതൊക്കെയോ പാളികളിൽ പിടിച്ച് ഓളമൊക്കെ തല്ലി, ബോധം പോയി, തൻ്റെ കോൺഷ്യസ് മൈൻഡ് നഷ്ടപ്പെട്ടു, എങ്ങനെയൊക്കെയോ ഓളം തള്ളി. അതാണ് നമ്മൾ വായിച്ചത്. 28-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ച് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതങ്ങനെ തന്നെ പറയാം. ഏതൊക്കെയോ വിധത്തിൽ ഒരു തീരത്തെത്തിപ്പറ്റി. ആമേൻ. ഈ 2025 11-ാം മാസം അവസാനിക്കുന്ന സമയത്ത് ഇതിനകത്ത് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ എൻ്റെ സാക്ഷ്യമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയോ ഒരു തീരത്തെത്തിച്ചേർന്നു. ആമേൻ. ചിലരെ കർത്താവ് നിങ്ങൾ വന്നതല്ല, ദൈവം എത്തിച്ചതാ. ഞാൻ ആരോടോ പരിശുദ്ധാത്മാവിൽ തന്നെ പറയുകയാണ്, ദൈവം നിങ്ങളെ ഒരു തീരത്തെത്തിച്ചിരിക്കുന്നു. ഇവിടെ നിന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു, താഴ്ചകളുണ്ടായിരുന്നു, വീഴ്ചകളുണ്ടായിരുന്നു, തകർച്ചകളുണ്ടായിരുന്നു, ഇനി മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളുണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം നോക്കുമ്പോഴും എൻ്റെ ദൈവമാണ് എന്നെ എത്തിച്ചതെന്ന് അകത്തുറപ്പുള്ളവർ നല്ലതുപോലൊന്ന് വെളിപ്പെടുത്തി, പിശാച് കാണുന്ന ശബ്ദത്തിൽ, നരകം കാണുന്ന ശബ്ദത്തിൽ, ഞാനൊരു തീരത്തെത്തി എന്ന്, എൻ്റെ കുടുംബം ഒരു തീരത്തെത്തിയെന്ന്, എൻ്റെ തലമുറ ഒരു തീരത്തെത്തിയെന്ന്. ഒരു തീരത്തെത്തി. അങ്ങനെ തന്നെ പറ, ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു. എത്തിയ ശേഷം അപ്പോഴാണ് ബോധം വന്നത്. ബോധമൊക്കെ വന്നപ്പോൾ അവരിങ്ങനെ തപ്പി ചുറ്റും നോക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഇത് ദ്വീപ്, ഒരു ദ്വീപാണ്. ദ്വീപിൻ്റെ പേര് മെലീത്തയാണെന്ന്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു 2025 അവസാനിക്കുമ്പോൾ ദൈവമാണ് എന്നെ എത്തിച്ചത്. ഈ ചർച്ചിനെ ദൈവമാണ് എത്തിച്ചത്. മൂവ്മെൻറ്റുകളെ ദൈവമാണ് എത്തിച്ചത്. വന്നത് എങ്ങനെയൊക്കെയോ വന്നു ചേർന്നതാ. ഒരു ദൂത് പറയുമ്പോൾ വേണ്ടവർ ചാടി പിടിച്ചോണം. ഇവിടെ വരെ എത്തിയെങ്കിൽ അടുത്ത യാത്രയ്ക്കുള്ള ഒരു തയ്യാറെടുപ്പ് ഇവിടെ വെച്ച് അടുത്ത യാത്രയ്ക്കുള്ളൊരു തയ്യാറെടുപ്പ്, അടുത്ത യാത്രയ്ക്കുള്ള ഒരുക്കം, അടുത്ത യാത്രയ്ക്കുള്ള ഇത് ലാൻഡായത് അടുത്ത ഷിഫ്റ്റിനാണ്, ഇത് ലാൻഡായത് അടുത്ത മൂവ്മെന്റിനാണ്, ഇത് ലാൻഡായത് അടുത്ത ദൈവപ്രവൃത്തിക്കാണ്. ഇവിടെ വലിയ സയൻസ് ആൻഡ് വണ്ടേഴ്സിനായിട്ടാണ് ദൈവം എന്നെ ഇവിടെ എത്തിച്ചതെന്ന് ഉറപ്പുള്ളവർ ഹല്ലേലൂയ. സോ അടുത്ത യാത്രയ്ക്ക് തയ്യാറെടുക്കുകയാണ്. അടുത്ത വാക്യം എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു വാക്യമാണ് ബൈബിളിലെ. വാക്യം ഇതാണ്. അവിടെ എത്തിയപ്പോൾ ആ സ്ഥലത്തുള്ള ബെർബരന്മാർ അവരോട് വാക്കൊന്ന് ചേർന്ന് പറഞ്ഞേ, അസാധാരണ ദയ കാണിച്ചു. അൺയൂഷ്വൽ കൈൻഡ്നസ്, ഡിവൈൻ ഫേവർ. ഇന്ന് രാത്രിയിൽ എല്ലാവരോടും അല്ല, ചിലരോട് ആ വാക്ക് ഞാൻ റിലീസ് ചെയ്യുകയാണ്. വേണ്ടവർ മാത്രം അതിന് ആമേൻ പറഞ്ഞാൽ മതി. ആ വാക്ക് ചിലരുടെ മേൽ അക്ഷരികമായി ഇറങ്ങുന്നത് ആത്മാവിൽ സെൻസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. അസാധാരണ ദയ ചിലരുടെ മേൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്താൻ പോകുകയാണ്. അത് എന്നോടാണെന്ന് തോന്നിയാൽ നിങ്ങൾ മിണ്ടാതിരിക്കരുത്. അതിനകത്ത് വ്യക്തിപരമായിട്ടുള്ള ദൂതുകളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് സംസാരിക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ സംസാരിക്കും, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല.
നിങ്ങളിപ്പോൾ അതിനെ പ്രതീക്ഷിച്ചാണ് മിണ്ടാതിരിക്കുന്നെങ്കിൽ ഇവിടെ വെളിപ്പെടുന്ന വചനത്തിനകത്തുനിന്ന് അത് പിടിച്ചോ. ആത്മാവായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നവർ കണക്ട് ചെയ്തോ. എനിക്കറിയാം ഇതൊരു വലിയ മൂവ് നടക്കുന്ന ചേർച്ചാണ്. ഇതുവരെ കണ്ടതിനേക്കാൾ വലിയത് ഇന്ന് രാത്രി തൊട്ട് നടക്കാൻ പോകുകയാണ്. അനുഗ്രഹങ്ങളാൽ അലങ്കരിച്ചൊരുക്കിയ ഒരു പുതുവർഷം പരിശുദ്ധാത്മാവ് സഭയ്ക്ക് ഒരുക്കാൻ പോകുകയാണ്. നാളിതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഈ സഭയുടെ മേൽ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ അൺലോക്ക് ചെയ്യുമെന്ന്. ഹല്ലേലൂയ. ആ വാക്കുറക്കെ പറ. അസാധാരണ ദയ, 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 ദയ. നമ്മള് പുതുനിയമത്തിൽ പരിശുദ്ധാത്മാവ് പ്രാപിക്കപ്പെട്ടവരാണ്. നമ്മൾ പരിശുദ്ധാത്മാവ് ഇൻഡ്വെല്ലിംഗ്, നമ്മുടെ ഉള്ളിൽ വസിക്കുന്നവരാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് വിശ്വാസമുണ്ട് നിങ്ങളുടെ അകത്ത് ഹോളി സ്പിരിറ്റ് ഉണ്ടെന്ന്? ആത്മാവ് വന്നാൽ അതിൻ്റെ ഫുൾ പാക്കേജ് വന്നെന്നാ. ചില സ്പെസിഫിക് ടൈമുകളിൽ ചിലരുടെ ലൈഫിൽ ചിലത് ഈ ആത്മാവിൻ്റെ ചില കാര്യങ്ങൾ മാത്രമേ എക്സ്പോസ്ഡ് ആകത്തുള്ളൂ. ചിലരിൽ പ്രവചനമായിട്ട് അത് പുറത്തു വരും, ചിലരിൽ കൃപാവരങ്ങളായിട്ട് അത് പുറത്തു വരും, ചിലരിൽ ശുശ്രൂഷകളായിട്ട് അത് പുറത്തു വരും, ചിലപ്പോൾ ചിലരിൽ ടങ്സായിട്ട് മാത്രമായിരിക്കും അത് പുറത്തു വരുന്നത്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നു ഒരു ഫുൾ പാക്കേജാണ് അകത്തിരിക്കുന്നത്. പുതുനിയമത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കൃപയുടെ ഒരു എക്സ്പോസിങ് ആണ്. കൃപയാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്നത്. പഴയ നിയമത്തിൽ കൃപ പല സ്ഥലങ്ങളിൽ സ്പെസിഫിക് ആയിട്ട് ചില ഏരിയകളിൽ മാത്രമേ വെളിപ്പെട്ടുള്ളൂ. എങ്കിലും പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് ഇസ്രായേലിയ ജനത്തെ നിർത്തിയത് ദൈവത്തിൻ്റെ ദയയാലാണ്. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ ചിലരുടെ മേൽ കൃപ മാത്രമല്ല അസാധാരണ ദയ വെളിപ്പെടാൻ പോകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ചുമ്മാ വാക്കൊന്ന് പറഞ്ഞോ. അസാധാരണ ദയ, അസാധാരണ ദയ ചിലരുടെ മേൽ അത് തന്നെ വെളിപ്പെടാൻ പോകുകയാ. ഓ റശകതല രഗദന ഘടകദര ഘടകർത്തന രഗദന ഷുവർ മേഴ്സി. ബൈബിളിൽ ഒരു വ്യക്തിയുണ്ട്, പഴയ നിയമത്തിലെ ആളാണ്. അദ്ദേഹത്തെ ദൈവം വിളിച്ചിട്ട് ഒത്തിരി കാര്യങ്ങളൊന്നും ദൂത് പറഞ്ഞില്ല. ചിലരുടെ അടുത്ത് ഭയങ്കര ഡീറ്റെയിൽഡായിട്ട് ദൂത് കൊടുത്തിട്ടുണ്ട്. അബ്രാമിനെയൊക്കെ വിളിച്ചിട്ട് ഭയങ്കര ഡീറ്റെയിൽഡ് ദൂതാണ് കൊടുത്തത്. എന്ന് പറഞ്ഞാൽ നീ എൻ്റെ വാക്ക് കേട്ടനുസരിക്കുക, പുറപ്പെടുക, ഞാൻ നിന്നെ ഒരു വലിയ ജാതിയാക്കും, നിൻ്റെ തലമുറ അനുഗ്രഹിക്കും. ഫുൾ ഹിസ്റ്ററി കൊടുത്തു. അവർ ഒരു തലമുറയാകുമ്പോൾ പ്രവാസത്തിൽ പോകും, അവരുടെ 4-ാം തലമുറയിൽ ഞാൻ അവരെ തിരിച്ചു വിളിക്കും. ഹല്ലേലൂയ. പക്ഷെ ഒരാളെ വിളിച്ചിട്ട് വലിയ ദൂതൊന്നും വലിയ ഡീറ്റെയിൽ ഒന്നുമല്ല കൊടുത്തു. ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, എൻ്റെ ദയ നിന്റെ കൂടെ ഉണ്ടായിരിക്കും. ആ ദയ എവർലാസ്റ്റിംഗ് ദയായിരിക്കും. അത് പറഞ്ഞത് ദാവീദിനോടാണ്. ദാവീദ് നിൽക്കുന്നത് ആ ദയയിലാണ്. അവൻ്റെ സിംഹാസനം നിൽക്കുന്നത് ആ ദയയിലാണ്. അവൻ്റെ രാജ്യത്വം നിൽക്കുന്നത് ആ ദയയിലാണ്. അതുകൊണ്ട് ദാവീദിനോട് പറഞ്ഞൊരു ദൂതുണ്ട്, നീ മരിക്കും, നിന്റെ തലമുറ ഞാൻ അവിടെ ഇരുത്തും എന്ന് പറഞ്ഞാൽ നിന്റെ സിംഹാസനം എവർലാസ്റ്റിംഗ് ആയിരിക്കും. ഭൂമിയുള്ള കാലത്തൊക്കെയും നിന്റെ സിംഹാസനം ഉണ്ടായിരിക്കും. ഞാൻ നിന്റെ രാജ്യത്വം സ്ഥിരമാക്കും. അതിന് ഞാൻ നിന്റെ മേൽ വെക്കുന്ന വേറൊന്നുമല്ല, എൻ്റെ ദയ ഞാൻ നിന്റെ മേൽ വെക്കാൻ പോകുകയാണ്. ഇതിനകത്തിരിക്കുന്ന ആരോടോ പരിശുദ്ധാത്മാവ് ദൂത് തന്നെ ആവർത്തിക്കുന്നു, നിന്റെ തലമുറയുടെ മേൽ ദയ വെളിപ്പെടാൻ പോകുകയാണ്. 2026 അവൻ ദയയിൽ നിന്നെ നടക്കാൻ പോകുകയാണ്. അൺയൂഷ്വൽ കൈൻഡ്നസ്, ഡിവൈൻ ഫേവർ. ഇതിനകത്ത് മഞ്ഞ് പൊഴിയുന്നത് പോലെ ചിലരുടെ മേൽ ദൈവത്തിന്റെ ഫേവർ. പോരാ 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 പോരാ. പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിച്ചു തുടങ്ങിക്കോ. ദൈവത്തിന്റെ ഫേവർ, ദൈവത്തിന്റെ ഫേവർ, തലമുറയുടെ മേൽ ദൈവത്തിന്റെ ഫേവർ. ഹല്ലേലൂയ. 1-2 വാക്യങ്ങൾ. ഈ യെശയ്യാവിന്റെ പ്രവചനം 55-ന്റെ 3-ാമത്തെ വാക്യം ഭയങ്കര പവർഫുൾ വാക്യ. യെശയ്യാവ് 55-ന്റെ 3. ഈ വാക്യങ്ങളെ കേട്ടോ. നിങ്ങൾക്ക്
ജീവൻ ഉണ്ടാകേണ്ടതിന്, നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന്, നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിന് കേട്ടുകൊള്ളുവിൻ. എന്താണ്? ദാവീദിന്റെ നിശ്ചല കൃപ എന്നുള്ളത് മലയാളം വേർഡാണ്. ഇംഗ്ലീഷിൽ കിടക്കുന്ന ഷുവർ മേഴ്സി ഓഫ് ഡേവിഡ്. എനിക്കിത് സ്ഥലം തെറ്റിയോ എന്നൊരു സംശയം. ഞാൻ ദാവീദിനോടൊരു നിയമം വെച്ചിട്ടുണ്ട്. അവന് ഞാൻ ഷുവർ മേഴ്സി, നിശ്ചലമായ ദയയാൽ. ഇതിനകത്തിരിക്കുന്ന ചിലരോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ് ജീവൻ ഉണ്ടാകേണ്ടതിന് ദാവീദിന്റെ നിശ്ചല ആ ഷുവർ മേഴ്സിയെ പിടിച്ചാൽ മതി. നിന്റെ കുടുംബത്തിൽ മരണം എൻ്റർ ആകത്തില്ല, നിന്റെ തലമുറയിൽ മരണം തൊടത്തില്ല, നീ ജീവനോടെ ഇരിക്കും. അപ്പോസ്തല പ്രവൃത്തി 13:30 രണ്ടിടത്തെ വാക്യമുള്ളൂ. 13:34 ഈ വാക്യം ഭയങ്കര പവർഫുള്ളാ. കേട്ടെ, പെട്ടെന്ന് മനസ്സിലാകത്തില്ല, കോൺട്രവേഴ്സറി വാക്യമാണ്. ഇത് എഴുതിയ ആള് യേശുവിനെ കുറിച്ചാ പറയുന്നത്. ആക്ച്വലി ഇത് പത്രോസിന്റെ പ്രസംഗമാണ്. യേശുവിനെ കുറിച്ചാ പറയുന്നത്. അവൻ ദ്രവത്വത്തിലേക്ക് തിരിയാതെ വണ്ണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത്. അവൻ ദാവീദിന്റെ സ്ഥിരമായുള്ള വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായില്ല? യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് തന്നെ ഞാൻ ദാവീദിനോട് ചെയ്ത നിശ്ചല കൃപ, ഷുവർ മേഴ്സി ഓഫ് ഡേവിഡ്. ഇന്ന് രാത്രിയിൽ ആരോടോ ദൈവാത്മാവ് പറയുന്നു, ഷുവർ മേഴ്സി ഓഫ് ഡേവിഡ് നിന്റെ കുടുംബത്തിന്റെ മേൽ ദൈവം റിലീസ് ചെയ്യുന്ന രാത്രിയാണ്. അതൊരു തണുത്ത കൈയടിയായി പോയി. കൈ അടിക്കുകയാണെങ്കിൽ ഷുവിനെ കൈ അടിക്കണം. ഷുവർ മേഴ്സി ഓഫ് ഡേവിഡ്, അസാധാരണ ദയ. ചിലർക്ക് പിടികിട്ടുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഇതൊരു കീയ. ദാവീദിന്റെ താക്കോലിൽ ഒരു താക്കോലായി ഇത്. കാരണം ദാവീദിന്റെ സിംഹാസനം നിൽക്കുന്നത് ഈ ദയയിലാണ്. ന്യായപ്രമാണത്തിന്റെ എല്ലാ നിയമങ്ങളിലും പ്രധാനപ്പെട്ട പല നിയമങ്ങളും തെറ്റിച്ച ആളാ ദാവീദ്. നല്ല ഒരു മാതൃക കാണിക്കാൻ പറ്റിയ ആളല്ല ദാവീദ്. നല്ലൊരു പിതാവിന്റെ റോളില്ല. പക്ഷെ ഇയാളെ കുറിച്ച് ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്നാ. കാരണം ഇവന്റെ മേൽ ആർക്കും കൊടുക്കാത്ത ഒരു സ്പെഷ്യൽ അനോയിന്റിങ്. അവനോട് ദൈവം പറഞ്ഞു, എൻ്റെ ദയ നിന്റെ മേലുണ്ടാകും. അതൊരു പ്രാഗൽഭ്യ. ഇന്ന് രാത്രി സഭയുടെ മേൽ അത് തുറക്കാൻ പോകുകയാണ്. നാളുകളായി തടഞ്ഞു വെച്ചത്, നാളുകളായി കേട്ട പ്രവചനങ്ങൾ പെൻഡിങ്ങിൽ കിടക്കുന്നത്, അന്തരീക്ഷ മണ്ഡലങ്ങളിൽ ചിലത് തടയപ്പെട്ടത്, ഈ രാത്രിയിൽ ഇത് വെച്ച് ആത്മാവിൽ ചിലതിനെ അൺലോക്ക് ചെയ്യാൻ പോകുകയാണ്. അതെന്നോടാണ്, എൻ്റെ കുടുംബത്തോടാണെന്ന് തോന്നിയാൽ ഇന്ന് രാത്രിയിൽ ഇതിന്റെ ത്രൂയിൽ നിങ്ങൾക്ക് അതിനെ ക്ലെയിം ചെയ്യാൻ പറ്റും. ദാവീദിന്റെ കീയിൽ ഒരു കീയായത്. ദാവീദിന്റെ സിംഹാസനം നിൽക്കുന്നത് ഇവിടെ, ദാവീദിന്റെ രാജ്യത്വം നിൽക്കുന്നത് ഇവിടെയാണ്. പുതുനിയമത്തിൽ നോക്കി ദൈവത്തിന്റെ ആത്മാവ് പറയാണ്, ഞാൻ അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചത് അവന്റെ ദാവീദിനോടുള്ള നിയമത്തെ ബേസ് ചെയ്ത. അതുകൊണ്ട് നിങ്ങൾക്ക് ഇസ്രായേലിനെ ഇന്നും വലിയൊരു വിഷയമാണ്. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. ഇന്നും ഇസ്രായേൽ നിലനിൽക്കുന്നതും, അല്ലെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട് ബൈബിളിൻ്റെ ഹിസ്റ്ററി പഠിച്ചാലും അവരുടെ ഇടയിൽ ഈ ചാൻറ്റിങ് ഉണ്ട്. എന്തോ ഭാഷ എന്ന് പറയുന്നത്, ചാൻറ്റ് ചെയ്യുന്നത്. മലയാളത്തിൽ അതിനെ ജപം എന്ന് പറയും.
എന്ന് പറഞ്ഞാൽ ചാൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഈ പാട്ട് പോലല്ല, ഒന്നോ രണ്ടോ വരിയേ കാണത്തുള്ളൂ, പക്ഷെ അതിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ബൈബിൾ വായിച്ചിട്ടുള്ളവരില്ലാത്തില്ലേ? ചാൻറ്റിങ് എന്നൊക്കെ പറയുന്നത് വേറെ ഇതിലാണ്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ ഇടയിൽ ആ ചാൻറ്റിങ് ഉണ്ട്. ദൈവം ഒത്തിരി ലിറിക്സ് കേൾക്കുന്ന ആളല്ല. ചാൻറ്റിങ്ങിന് ഭയങ്കര പവറുണ്ട് കേട്ടോ. അവർക്ക് ഒത്തിരി ലിറിക്സ് ഇല്ല, അവർക്ക് ആകെ 2 ലിറിക്സേ ഉള്ളൂ. അത് സ്വർഗത്തിലും ചാൻറ്റിങ്ങേ ഉള്ളൂ. ഒരു ചാൻറ്റിങ് അവനെ നോക്കിയിട്ട് 3 വാക്ക്: നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഇതിങ്ങനെ നൂറ്റാണ്ടുകൾ കൊണ്ട് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇസ്രായേലിൻ്റെ ഇടയിൽ ഒരു ചാൻറ്റിങ് ഉണ്ട്. ആ ചാൻറ്റിങ് 136 സങ്കീർത്തനമാണ്. ഇന്ന് രാത്രിയിലെ സങ്കീർത്തനം നമ്മൾ ഒരുമിച്ച് ചാൻറ്റ് ചെയ്യാൻ പോകുകയാ. ആ സങ്കീർത്തനം കാണണം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. അടുത്ത വാക്ക് അറിയാവുന്നവർ ഉറക്കെ പറ: അവൻ നല്ലവനല്ലോ. ഓ, ഇത് ദാവീദാ. കാരണം ഇത് തൊട്ടാൽ ഭയങ്കര ദൈവപ്രവൃത്തി അതിൻ്റെ പുറകിൽ നടക്കും. ഓ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം, ഒരു പ്രവചനം പോലെ പറയാം. ഇസ്രായേലിൽ ബൈബിളിൽ പഴയ നിയമത്തിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ട അവരുടെ എല്ലാ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റുകളിലും അവർ ഈ സങ്കീർത്തനമാണ് പാടുന്നത്. ശലോമോന്റെ കാലത്താണ് ആലയം പണിയുന്നത്. ആലയം പണിതപ്പോൾ ആലയത്തിന്റെ ഉദ്ഘാടന ദിവസം നിയോഗിക്കപ്പെട്ട പുരോഹിതന്മാർ കയറി നിന്ന് പാടിയ സങ്കീർത്തനം ഇതാണ്: യഹോവയ്ക്കു സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യുദ്ധം ചെയ്ത് ബാബിലോണിലേക്ക് പെട്ടകം പിടിക്കപ്പെട്ടു. ആലയത്തിലെ ഉപകരണങ്ങൾ എടുത്തുകൊണ്ട് പോയി ജനത്തെ മൊത്തം അടിമകളാക്കി തിരികെ കൊണ്ടുപോയി. ആ സ്ഥലത്ത് ചെന്നപ്പോൾ യെരമ്യാവിൻ്റെ കാലത്തൊരു പ്രവചനം കേൾക്കുകയാണ്: 70-ാമത്തെ ആണ്ടിൽ നമ്മൾ തിരികെ പോകും. അപ്പോൾ യെരമ്യാ പ്രവചിക്കുന്ന ഒരു പ്രവചനമുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അന്ന് നമ്മൾ ദാവീദിന്റെ പാട്ട് പാടും. ഏത് പാട്ടാ? അവൻ നല്ലവനല്ലോ. സെരുബാബേലിന്റെ കാലത്ത്, എസ്രായുടെ കാലത്ത്, ഇവരുടെയൊക്കെ കാലഘട്ടത്തിൽ തിരിച്ച് കോരേഷിന്റെ കാലത്ത് ഇവരെ തിരിച്ചയക്കുകയാണ്. അയക്കുമ്പോൾ ഇവർ ചെന്നിട്ട് ആലയത്തിന് അടിസ്ഥാനം ഇടുകയാണ്. അടിസ്ഥാനം ഇട്ടപ്പോൾ മൂപ്പന്മാർ, പ്രായമുള്ളവർ, പഴയ ആലയത്തെ കണ്ടിട്ടുള്ളവർ വിളിച്ചു പറഞ്ഞു: അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ആലയത്തിന് അടിസ്ഥാനം ഇട്ടപ്പോൾ ഈ പാട്ടുപാടി, ആലയം പണിതപ്പോൾ ഈ പാട്ടുപാടി, അവരുടെ എല്ലാ ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റുകളിൽ ഈ പാട്ടുപാട്. അങ്ങനെയാണ് ഞാൻ അതിനെ തിരിച്ചു പറയാം. ഇന്ന് രാത്രിയിൽ വീണ്ടും ആ സങ്കീർത്തനം പാടിയ ഇതിനകത്ത് ഹിസ്റ്റോറിക്കൽ മൂവ്മെന്റുകൾ, തിരിവുകൾ സംഭവിക്കുമെന്ന് അത് വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി. അന്തരീക്ഷത്തിൽ എന്തോ വലുത് സംഭവിച്ചു തുടങ്ങുന്നു. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ഇതൊരു കീ ആക്കി തന്നെ പറയുന്നു: 1000 പ്രാർത്ഥനകളെക്കാൾ പവറാണ് ഇതിന്. 1000 പ്രാർത്ഥനകളെക്കാൾ പവറാണ്. നീ തിരിച്ചു വീട്ടിൽ ചെല്ലുമ്പോൾ കുടുംബമായി ഒരുമിച്ച് സങ്കീർത്തനം ഉരുവിട്ട് നോക്ക്. നിന്റെ വീടിനകത്ത് ചരിത്രപ്രധാനമായ സംഭവങ്ങൾ നടന്നു തുടങ്ങാൻ പോകുകയാണ്. അവന്റെ ദയയെ തൊട്ടാൽ, അവന്റെ ദയ വെളിപ്പെട്ടാൽ പൈശാചിക ലോകത്തിന് തൊടാൻ പറ്റത്തില്ല. ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞത്, ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽഡ് ആയിട്ടൊരു ക്ലാസ് എടുത്തിട്ട് ഞങ്ങളോട് പറഞ്ഞു, 1000 തവണ, ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടായിരിക്കും, ഒരു ദിവസം 1000 കൗണ്ട് ചെയ്തത് ഉച്ചരിക്കണമെന്ന് പറഞ്ഞു. 1000. ദൈവം നമ്മുടെ കണക്ക് തുടങ്ങുന്നത് 1 നമ്മുടെ കണക്ക് തുടങ്ങുന്ന 1 നമ്മുടെ രണ്ടാമത്തെ കണക്ക് തുടങ്ങുന്ന എത്ര സംഖ്യയില? 2 1 കഴിഞ്ഞാൽ എത്ര? പറ. 2. പക്ഷെ ദൈവത്തിൻ്റെ കൗണ്ട് തുടങ്ങുന്നത് 1 ദൈവത്തിൻ്റെ കൗണ്ട് തുടങ്ങുന്നത് 1000. ദൈവത്തിൻ്റെ രണ്ടാമത്തെ കൗണ്ട് വരുന്നത് 2000 അല്ല, 10,000. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ കൗണ്ട് ഇവിടെ ആരംഭിക്കുമ്പോൾ 1000 10,000 ആയി ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കുമാറാക്കും, നിന്റെ കുടുംബത്തെ വർദ്ധിപ്പിക്കുമാറാക്കും.
പഴയ നിയമത്തിൽ പറയുന്നത്, ന്യായപ്രമാണത്തെ കുറിച്ച് പറയുന്നത്, എൻ്റെ നിയമം തെറ്റിച്ചാൽ, ഞാനല്ലാതെ അന്യ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയാൽ അവരുടെ മേൽ ശാപം വെളിപ്പെടും. ശാപം വെളിപ്പെടുന്ന എത്രാം തലമുറ വരെയാ? 4ാം തലമുറ വരെ ശാപം പോകും. ഒരാൾ തെറ്റ് ചെയ്താൽ 4ാം ജനറേഷൻ വരെ അതിൻ്റെ ശാപം പോകും. ആമേൻ, ആമേൻ. ശാപത്തിന് ഭയങ്കര എഫക്റ്റ് ഉണ്ട്. കാരണം അനുഗ്രഹവും ശാപവും ഒരു വായിൽ നിന്നാണ് വരുന്നത്. ആരോ പറയുന്നു പിശാചി ശപിക്കുന്നു. പിശാചി ശപിക്കാനും ഉള്ള പവറൊന്നും ഇല്ല. പിശാചെ ശപിക്കപ്പെട്ടയാളാണ്. ശാപം വരുന്ന ദൈവത്തിൻ്റെ വായിൽ നിന്നായതുകൊണ്ട് അതിന് പവറുണ്ട്. നമ്മുടെ അപ്പനെ നമുക്കറിയാം. മേ ബി ഇതിനകത്തിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാവർക്കും നമ്മുടെ ഗ്രാൻഡ് പേരൻസിനെ അറിയാം, വല്യപ്പച്ചനെ അറിയാമായിരിക്കും. അതിനും മുകളിലുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അറിയാവുന്ന എത്ര പേരുണ്ട്? കുറച്ച് പേർക്കേ ഉള്ളൂ. വല്യപ്പച്ചൻ്റെ അപ്പനെ കുറച്ച് എനിക്കറിയത്തില്ല. അതിനും മുകളിലുള്ള ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറിനെ അറിയാവുന്നവർ അത്ര പേരുണ്ട്? അറിയത്തില്ല. ഞാൻ പറഞ്ഞു, ആ വല്യപ്പച്ചൻ എന്തെങ്കിലും ഗുരുക്കൊപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എഫക്റ്റ് നമ്മുടെ തലമുറ വരെ വരും. ആമേൻ. ശാപത്തിന് പവറുണ്ട്. പക്ഷെ അടുത്ത വാക്ക് പറയാണ്, പക്ഷെ എൻ്റെ അനുഗ്രഹം 4,000 തലമുറ വരെ അതിൻ്റെ എഫക്റ്റ് അടിക്കും. ഇതിനകത്തിരിക്കുന്ന ആരോടാ ഞാൻ നിങ്ങൾ 1000 വട്ടം കൗണ്ട് ചെയ്യണമെന്ന് പറഞ്ഞില്ല. പക്ഷെ ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ആ ഭവനത്തിനകത്തോട്ട് കട്ടളക്കാലിമിലോട്ട് കാല് വെക്കുമ്പോഴേ ഉറക്ക വിളിച്ചു പറയണം, അവൻ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. Our God is good and his mercy endureth forever. അവന്റെ ദയ എന്നേക്കുമുള്ളത്. അവന്റെ ദയ നിങ്ങളുടെ മേൽ അടിച്ചാൽ, അവന്റെ ദയ ഒരുത്തൻ ചുമന്നു കഴിഞ്ഞാൽ, നിന്നെ കാണുന്നവരെല്ലാം നിന്നോട് ദയ കാണിക്കും. നീ പോകുന്നിടത്തെല്ലാം നിനക്ക് ദൈവത്തിൻ്റെ ഫേവർ ഉണ്ടാകും. അതിന് ആരുടെയും ബ്ലെസ്സിങ് എക്സ്ട്രാ വേണ്ട. ദൈവത്തിൻ്റെ ദയ ഉള്ളവൻ ഏത് ഓഫീസിൽ ചെന്നാലും, ഏത് ബിസിനസ്സിൽ ചെന്നാലും, ഏത് കോളേജിൽ ചെന്നാലും, ഏത് സ്കൂളിൽ പഠിച്ചാലും, അതിന് ചുറ്റുമുള്ളവരുടെ ഇടയിൽ നിനക്കൊരു സ്പെഷ്യൽ ഒരു ഫേവർ ദൈവത്തിൻ്റെ ആത്മാവ് രാത്രിയിൽ കൽപ്പിച്ചാക്കുകയാണ്. അതെന്നോടാണെന്ന് വിശ്വസിക്കുന്നവർ കരമടിച്ചോ, ആമേൻ പറഞ്ഞോ. എങ്ങനെയാണോ അതിനെ സ്വീകരിക്കാൻ പറ്റുന്നത്, അതുപോലെ അതിനെ സ്വീകരിക്കുക. അവരുടെ ഒരു നാഷണൽ ആന്തം പോലെയാണ് ഈ സങ്കീർത്തനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ജസ്റ്റ് ആ സങ്കീർത്തനം ഒന്ന് വായിക്കാൻ ഞാൻ ഈ സമയത്ത് പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. എനിക്ക് തോന്നുന്നു 136-ാം സങ്കീർത്തനം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവരെല്ലാം ബൈബിൾ കയ്യിലെടുക്കാൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അസാധാരണമായ ദൂതുകൾ ഈ സ്ഥലത്തിൽ പരിശുദ്ധാത്മാവ് റിലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 136-ാം സങ്കീർത്തനം. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ. ഉറക്കെ പറ, അവൻ നല്ലവനല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. കർത്താവിന് സ്തോത്രം ചെയ്യുവീൻ. ഏകനായി മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവനാ. ജ്ഞാനത്തോടെ ആകാശങ്ങളെ ഉണ്ടാക്കിയവന്, ഭൂമിയെ വെള്ളത്തിന്മേൽ വിരിച്ചവന്, വലിയ വെളിച്ചങ്ങളെ ഉണ്ടാക്കിയവന്, പകൽ വാഴുവാൻ സൂര്യനെയും രാത്രി വാഴുവാൻ ചന്ദ്രനെയും നക്ഷത്രങ്ങളെ ഉണ്ടാക്കിയവന്, മിസ്രൈമിലെ കടിഞ്ഞൂലുകളെ സംഹരിച്ചവന്, അവരുടെ ഇടയിൽ നിന്ന് ഇസ്രായേലിനെ പുറപ്പെടുവിച്ചവന്, ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും തന്നെ ചെങ്കടലിനെ 2ആയി വിഭാഗിച്ചവന്, അതിൽ കൂടി ഇസ്രായേലിനെ, നടുവിൽ കൂടി ഇസ്രായേലിനെ കടത്തിയവന്, ഫറവോനെയും സൈന്യത്തെയും ചെങ്കടലിൽ തള്ളിയിട്ടവന്, തന്റെ ജനത്തെ മരുഭൂമിയിൽ കൂടി നടത്തിയവന്, മഹാരാജാക്കന്മാരെ സംഹരിച്ചവന്, ശ്രേഷ്ഠ രാജാക്കന്മാരെ നിഗ്രഹിച്ചവന്, അമോര്യരുടെ രാജാവായ സീഹോനെയും ബാഷാൻ രാജാവായ ഓഗിനെയും അവരുടെ ദേശത്തെ അവകാശമായി കൊടുത്ത തന്റെ ദാസനായ ഇസ്രായേലിന് അവകാശമായി തന്നെ
അടുത്തത് എൻ്റെ സാക്ഷിയാ. ഇതിനകത്തിരിക്കുന്ന ചിലർ എന്നോട് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്തോ. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്, നമ്മുടെ വൈരികളുടെ കയ്യിൽ നിന്ന് നമ്മെ വിടുവിച്ചവന്, സകല ജഡത്തിനും ആഹാരം കൊടുത്തവന്, സ്വർഗസ്ഥനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുവീൻ. ആ തലക്ക് മീതെ കരങ്ങളെ ഉയർത്തി കരങ്ങളെ ചേർത്തടിച്ച് come on. Lotara dhara bala baragal thana ragadana. Ha. ഈ ദയ ഒരാളുടെ മേൽ ദൈവം തന്നാൽ നിങ്ങളെ കാണുന്നവർ നിങ്ങളോട് ദയ കാണിക്കും. രണ്ടുപേരാമേൻ പറഞ്ഞോ. നിന്നെ എതിർക്കുന്നവർ ചേർത്ത് നിർത്തും, നിന്നെ വേണ്ടെന്ന് പറയുന്നവർ നിന്നെ പിടിച്ചു നിർത്തും. പൗലോസിന്റെ മേൽ ഇതുണ്ട്. അതുകൊണ്ടാണ് ഈ ബർബറന്മാർ എന്ന് പറഞ്ഞാൽ ഇന്നത് യൂറോപ്യൻ അധിനിവേശമൊക്കെ വന്ന ഒരു വലിയ ദ്വീപാണ്. പക്ഷെ പ്രാചീന കാലത്ത് അതിൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ യഥാർത്ഥ ബർബറന്മാർ എന്ന് പറഞ്ഞാൽ ഈ എന്താ പറഞ്ഞ മനസ്സിന് കട്ടിയില്ലാത്ത ഭയങ്കര കല്ലന്മാരാ. ഞങ്ങളുടെ അടൂർ ഭാഷ എന്താ പറയുന്നത്, മനസ്സലി ഇല്ലാത്തവരാ. പക്ഷെ ഒരുത്തിനെ കണ്ടപ്പോൾ അവർക്ക് ദയ, അൺയൂഷ്വൽ കൈൻഡ്നസ്. ഇന്ന് രാത്രിയിൽ നീ പോകുന്നിടത്തൊക്കെയും ഇത് നിങ്ങളെ ചേസ് ചെയ്യുമാറാകട്ടെ, ചിലരെ ചേസ് ചെയ്യുമാറാകട്ടെ. നീ ഇന്റർവ്യൂവിൽ ഇരിക്കുന്ന ഓഫീസിൽ നിന്നെ ചേസ് ചെയ്യട്ടെ. നീ പോകുന്ന വീടുകളിൽ നിന്നെ ചേസ് ചെയ്യട്ടെ. നിന്റെ കുടുംബത്തിൽ നിന്റെ മേൽ ഇത് വെളിപ്പെട്ട് വരട്ടെ. അൺയൂഷ്വൽ കൈൻഡ്നസ്. മനക്കട്ടിയില്ലാത്തവന് നിന്നെ കാണുമ്പോൾ മനസ്സലിവുണ്ടാകും. നിനക്കെതിരെ സംസാരിക്കാൻ വായ തുറക്കുന്നവൻ നിന്നെ കാണുമ്പോൾ ആ വായ ഓട്ടോമാറ്റിക്കലി അടയ്ക്കും. ഈ രാത്രിയിൽ ദൈവാത്മാവിൽ ഞാൻ അത് തന്നെ റിലീസ് ചെയ്യുന്നു. നിനക്കെതിരെ ഒരായുധവും ഫലിക്കത്തില്ല, ഒരു ദോഷവും ഭവിക്കത്തില്ല, ഒരനർത്ഥവും നിന്റെ കൂടെ നിനക്ക് ഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. In the name of Jesus. പ്രാപിക്കാൻ പറ്റുന്നവർ അതിനെ പ്രാപിച്ചു തുടങ്ങിക്കോ. നിന്റെ പ്രാർത്ഥനകൾക്ക് മറുപടിയാകാൻ തുടങ്ങുക. നിന്റെ ഭർത്താവിന് നിന്നോട് പ്രിയമുണ്ടാകാൻ പോകുക. നിന്റെ കുഞ്ഞുങ്ങൾക്ക് നിന്നോട് ബഹുമാനം ഉണ്ടാകാൻ പോകുക. ഈ സഭയ്ക്കകത്ത് എല്ലാവിധ ഡിവൈൻ ഫേവർ ആത്മാവിൽ പ്രാർത്ഥിച്ച് ഞങ്ങൾ റിലീസ് ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ ദൈവസഭയ്ക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ വിഘടിപ്പിക്കുന്ന സ്പിരിറ്റ്, സ്പ്ലിറ്റിന്റെ സ്പിരിറ്റ്, ചേർച്ചയില്ലായ്മയുടെ സ്പിരിറ്റ്, അപ്പൻ അമ്മ മക്കൾ മാതാപിതാക്കൾ കുടുംബങ്ങൾക്കകത്ത് കലഹം അടിപ്പിക്കുന്നതിന് ഇന്ന് രാത്രിയിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളതിനെ അറസ്റ്റ് ചെയ്യുകയാണ്. ചില വീടുകൾക്കകത്ത് സന്തോഷം ഉണ്ടാകാൻ പോകുക, ചില വീടുകൾക്കകത്ത് ഉല്ലാസവും നൃത്തവും ആഘോഷങ്ങൾ. നിങ്ങളുടെ എല്ലാം വീടുകൾ സമാധാനത്തിന്റെ വീടുകളാകട്ടെ. നിങ്ങളുടെ മക്കൾ സമാധാനത്തിൽ വളരട്ടെ. കലഹം കണ്ട് വളരുന്നവരല്ല, ദാരിദ്ര്യം കണ്ട് വളരുന്നവരല്ല, സന്തോഷത്തിൽ നീതിമാന്റെ കൂടാരത്തിൽ ഒറ്റ നിപ്പിൽ യേശു 5 ഉപമ പറഞ്ഞു. അതിന്റെ കോണ്ടെക്സ്റ്റ് രണ്ട് ടീം അവിടെ നിപ്പുണ്ട്. ഒരു ടീം ന്യായപ്രമാണത്തിന്റെ അഗ്രഗണ്യന്മാർ, ന്യായപ്രമാണം അരച്ച് കലച്ച് കുടിച്ച് അതിൻ പ്രകാരം ജീവിക്കണം എന്ന് വാദിക്കുന്നവർ.
പരീശന്മാർ, ന്യായശാസ്ത്രിമാർ അടങ്ങുന്ന ഒരു ടീം, ഇപ്പുറത്തെ സൈഡിൽ ചുങ്കക്കാരും പാപികളും അടങ്ങുന്ന ഒരു ടീം. അവിടുത്തെ കോണ്ടെക്സ്റ്റ് ഇതാണ്: യേശു വന്നിട്ട് ചുങ്കക്കാരുടെയും പാപികളുടെയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞാൻ പറയുന്ന ലൂക്കോസ് 15-16 അധ്യായങ്ങളാണ്. 15 തുടങ്ങുന്നത് ഇതാണ്. ഇവരുടെ മനോഭാവം കണ്ടിട്ട് ഒറ്റ നിപ്പിൽ യേശു 5 ഉപമ പറഞ്ഞു. ഉപമ, പാരബിൾസ് ആണ്. അതിനകത്ത് നടന്ന സംഭവങ്ങളൊന്നുമില്ല, എല്ലാം പാരബിൾസ് ആണ്. 5 ഉപമ നിങ്ങൾക്കറിയാം. ഒന്ന് 100 ആടുണ്ട്, ഒരെണ്ണം തെറ്റിപ്പോയി, അതിനെ തിരിച്ചുകൊണ്ട് വരുന്നു. രണ്ടാമത്തേത് 10 ദ്രഹ്മ ഒരു പെണ്ണിനുണ്ടായിരുന്നു, ഒരെണ്ണം നഷ്ടപ്പെടുന്നു. മൂന്നാമത്തേത് നമ്മുടെ മുടിയനായ പുത്രൻ്റെ കഥ. നാലാമത്തേത് ഒരു കാര്യസ്ഥൻ ഉണ്ടായിരുന്നു, അവന് ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ഉടായിപ്പായിരുന്നു. അഞ്ചാമത്തേത് ലാസറിൻ്റെയും ധനവാന്റെയും കഥ. ഒറ്റ നിപ്പി പറഞ്ഞേ. നിങ്ങൾ ആദ്യത്തെ 3 ഉപമ നോക്കിയാലും ഇതിൻ്റെ ക്ലൈമാക്സ് യേശുവിൻ്റെ സ്വഭാവമായി പറയുന്നത് കേട്ടോ. നഷ്ടപ്പെട്ടതിനെ തിരിച്ചു പിടിക്കുമ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇവിടെ സംഭവിക്കട്ടെ. വീട്ടുകാരെല്ലാം വിളിച്ച് വീട്ടിൽ ഭയങ്കര ആഘോഷ. അതൊരു ആഘോഷത്തിന്റെ കയ്യടിയല്ല. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതിനകത്ത് ആത്മാവിൽ പ്രവചിച്ച് റിലീസ് ചെയ്യുന്നു. നിന്റെ വീട് ഉത്സവ പ്രതീതമായ വീടായി മാറട്ടെ. നിന്റെ വീട് സന്തോഷത്തിന്റെ വീടാകട്ടെ, ആഘോഷങ്ങളുടെ വീടാകട്ടെ. എൻ്റെ ദൈവം ദുഃഖം തരുന്ന ദൈവമല്ല. എല്ലാവരും സ്നേഹിതരെന്നാ അവിടെ കൊടുത്ത. സ്നേഹിതരെല്ലാം വിളിച്ച് ഭയങ്കര ആഘോഷമാണ്. കർത്താവിനെ ഇറങ്ങി തിരിച്ചിട്ട്, ചിലപ്പം പാരമ്പര്യം വിട്ടിട്ട്, പഴയത് എന്തോ ആയിക്കോട്ടെ, എല്ലാം കളഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ട് ദിവസവും പ്രശ്നവും പ്രതികൂലവും മാറിയിട്ട് നേരമില്ല. ഒരു പ്രശ്നം തീരായിരിക്കും അടുത്ത പ്രശ്നം വരാൻ, അടുത്ത പ്രശ്നം തീരായിരിക്കും. ഇങ്ങനെ വന്നിരുമ്പോൾ മാനുഷികമായി നമുക്കെല്ലാം പ്രയാസങ്ങളും ദുഃഖങ്ങളും ഉണ്ടാവും. എന്നും ആ വീട്ടിൽ പ്രശ്നം മാറിയിട്ട് നേരെയില്ല. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ആരെങ്കിലും നിങ്ങളെ കണ്ട് യേശുവിൻ്റെ പുറകെ വരുമോ? പറ. ഇതിനകത്തിരിക്കുന്ന പലരുടെ മോൻ കണ്ടിട്ട് എനിക്ക് തന്നെ പേടി വരുന്നു. ഒരു സന്തോഷം, ഇത്രയും പറഞ്ഞിട്ട് പോലും ചിരിക്കാത്ത മോൻ. പക്ഷെ എന്നും നിങ്ങളുടെ വീട്ടിൽ ഭയങ്കര ഹാപ്പി മൂഡ്. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണം അവരുടെ വീട്ടിൽ മാത്രം എന്താ ഈ സന്തോഷം. ഈ സീസണിൽ ഞാൻ ചിലരെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. നിങ്ങൾ സുവിശേഷം പറഞ്ഞിട്ടല്ല, നിങ്ങളെ കണ്ട് ചിലർ വരാൻ പോകുകയാ. നിങ്ങളെ കണ്ട് ചിലർ വരാൻ പോകുന്ന നിലയിൽ പരിശുദ്ധാത്മാവ് നിന്റെ വീടിന്റെ സ്ഥിതികളെ മറിക്കാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ നല്ലപോലെ വെളിപ്പെടുത്തി. ഒരു ജോയ്ഫുൾ അനോയിന്റിങ് ഇതിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ഹല്ലേലൂയ. അപ്പൊ പ്രശ്നം മാറിയിട്ട് സന്തോഷിക്കാനാണ് ഇരിക്കുന്നെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, റിയലി സോറി. എന്നെക്കാൾ വളരെ സീനിയർഷിപ്പിലുള്ള ദേവദാസന്മാരാണ് ഇവിടെ ഉള്ളത്. ഞാൻ അവരെല്ലാം ബഹുമാനിക്കുന്നു. പക്ഷെ അത് ക്രോസ് ചെയ്ത് പറയുകയല്ല. പ്രശ്നം മാറിയിട്ട് സന്തോഷിക്കാതിരിക്കുകയാണെങ്കിൽ വെരി സോറി. അത് മാറിയിട്ട് സന്തോഷിക്കാൻ നിങ്ങൾ നോക്കുകയേ വേണ്ട. ഇനിയിപ്പോൾ പ്രശ്നം മാറാൻ പ്രാർത്ഥിക്കാനാണ് വന്നതെങ്കിൽ നിങ്ങൾക്ക് ആശ്വാസത്തിനൊരു ദൂത് പറയാം. ആ പ്രശ്നം മേ ബി മാറിയേക്കാം, പക്ഷെ അതിനേക്കാൾ വലുത് പുറകെ വരും. വന്നത് ചെറുതാണ്. ബുദ്ധിമുട്ടില്ലെങ്കിൽ അടുത്തിരിക്കുന്നവരൊന്ന് കൈ കൊടുത്തിട്ട് പ്രവചിച്ചു പറ, ഇന്ന് ഒരു ദൂതൊക്കെ കേൾക്കാൻ വന്നതാ. പക്ഷെ ഇന്നത്തെ ദൂത് ഇതാ, ഇപ്പോഴത്തെ പ്രശ്നം മാറും, പക്ഷെ അതിനേക്കാൾ വലുത് വരും. പേടിയുള്ളവർ പറയല്ലേ, പേടിയുള്ളവർ ആമേൻ പറയല്ലേ. ഇവിടെ പ്രശ്നം മാറുന്ന പരിപാടിയല്ല. പ്രശ്നം വലുതാകും തോറും ഞാൻ നിങ്ങളുടെ ആത്മാവിൽ പറയാം, അതൊരിക്കലും നിന്റെ മുമ്പിൽ ചെറുതാകത്തില്ല. ആ രോഗം ചെറുതാകത്തില്ല,
ആ പ്രതികൂലം ചെറുതാകത്തില്ല, മതിൽ ചെറുതാകത്തില്ല, ആ മല ചെറുതാകത്തില്ല. പക്ഷെ അടുത്തൊരു ദൂത് പറയാം, അതെത്രത്തോളം വലുതാകുന്നു അതിൻ്റെ മുമ്പിൽ നീ അങ്ങ് വലുതാകും. നിന്റെ കാഴ്ചപ്പാട് വലുതാകും, നിന്റെ വിശ്വാസം വലുതാകും, നിന്റെ അകത്തെ അഭിഷേകം വലുതാകും. അതിനെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന വിധത്തിൽ പരിശുദ്ധാത്മാവ് നിന്നെ ദിനം പ്രതി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. നിന്റെ കുടുംബത്തിനകത്ത് ആ പ്രശ്നത്തിന്റെ നടുവിൽ നൃത്തം ചെയ്ത് ആരാധിപ്പാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേ. നീതിമാന്റെ കൂടാരത്തിൽ കണ്ണുനീരും പല്ലുകടിയും പ്രശ്നവും കരച്ചിലും ഉണ്ടെന്നല്ല, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ആഘോഷങ്ങളുണ്ടാകും. നീതിമാന്, ഞാനിത് പറയാൻ കാരണം ബൈബിൾ, നീതിമാന് അനർത്ഥങ്ങൾ ഉണ്ടാകത്തേ ഇല്ലെന്നല്ല, ഇൻഫിനിറ്റിയാ എന്ന് പറഞ്ഞാൽ ഒന്നിനു പുറകെ ചങ്ങലകളായി വന്നോണ്ടേയിരിക്കും. അനർത്ഥം മാറാൻ പ്രാർത്ഥിക്കുന്നത് നല്ല, പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. പക്ഷെ അനർത്ഥങ്ങൾ അസംഖ്യമാ. അത്രയും പറഞ്ഞിട്ട് നിർത്തുന്ന പരിപാടിയല്ല. അടുത്ത വാക്യത്തിൽ പറഞ്ഞു, പക്ഷെ അവയിൽ എല്ലാറ്റിൽ നിന്നും യഹോവ അവരെ രക്ഷിക്കും. ഇതിനകത്തിരിക്കുന്ന ആളുടെ പറഞ്ഞു, ഒന്നും ഒരിക്കലും ഒരു ദോഷവും നിനക്ക് വരുത്തുകയില്ല. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയോ ചവിട്ടാൻ ഞാൻ നിനക്ക് അധികാരം. ഉറക്കെ പറ, ഒന്നും ഒരിക്കലും ഒരു ദോഷവും വരുത്തുകയില്ല. നീതിമാനാണെന്നുള്ളതിന്റെ തെളിവെന്താ? നീതിമാൻ 7 പ്രാവശ്യം വീഴും. വീഴ്ചയുണ്ട്, താഴ്ചയും വീഴ്ചയൊക്കെ സംഭവിച്ചേക്കാം. പക്ഷേ വീണ് നിലം പരിചാകത്തില്ല. ഈ റബ്ബർ പന്ത് എറിയുന്നത് പോലെ എത്രത്തോളം വീഴുന്നു അത്രത്തോളം പവറിൽ അവൻ കുതിച്ചെഴുന്നേറ്റ് വരും. നട്ടെല്ല് നിവർത്തി തല ഉയർത്തി എവിടെ താഴ്ത്തിപ്പെട്ടോ അവിടെ തന്നെ ദൈവം നിന്നെ ഉയർത്തി മാനിച്ച് നിന്നെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ ചർച്ചയിൽ പറഞ്ഞൊരു വാക്ക് കടമെടുത്ത് പറയാം, നാട്ടുകാർക്കും വീട്ടുകാർക്കും അസൂയ ഉണ്ടാകുന്ന വിധത്തിൽ ദൈവം നിന്നെ വർദ്ധിപ്പിക്കും. അത് വിശ്വസിക്കുന്നവർ നല്ലപോലെ കരമടിച്ച്, നിന്റെ തലമുറ അനുഗ്രഹമായിരിക്കും. അവർ ദേശത്തിന്റെ നടുവിൽ നടുതലയായിരിക്കും. അവർ ആലയത്തിന്റെ പ്രാകാരങ്ങളിൽ പന പോലെ തഴയ്ക്കും. നീതിമാന്റെ സന്തതി ആഹാരത്തിന് ഇരക്കുന്നത് കണ്ടിട്ടില്ല. Hallelujah. Unusual kindness. അസാധാരണ ദയ. ഇതിനകത്തിരിക്കുന്ന ഞാൻ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ചിലരുടെ മേലെ അസാധാരണ ദയ വെളിപ്പെടും. അതെന്നോടാണെന്ന് തോന്നിയ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നീ പോകുന്നിടത്തൊക്കെയും ഭയങ്കര ഫേവർ ഉണ്ടാകും. ആർക്കും നിന്നെ കോർണർ ചെയ്യാനോ നിന്നെ ഒറ്റപ്പെടുത്താനോ ദൈവം സമ്മതിക്കത്തില്ല. നീ നിൽക്കുന്നിടത്ത് ആള് കൂടും. നീ സംസാരിച്ചാൽ ചിലർക്ക് ഈ മാഗ്നറ്റ് ഇരുമ്പിനെ പിടിക്കുന്നത് പോലെ ആളുകളെ ആകർഷിക്കും. നിന്റെ ശബ്ദത്തിന് അനോയിന്റിങ്ങിന്റെ പവർ വെളിപ്പെടും. ഒരു 4 ദൂത് ഒരുമിച്ച് ഡിക്ലെയർ ചെയ്യാൻ പോവാ. ഇതിനകത്ത് സംഭവിക്കാൻ പോകുകയാ. പെട്ടെന്ന് അവർ ഈ ശീതകാലമാകയാൽ തണുപ്പാകയാൽ എനിക്ക് തോന്നുന്നു ഈ സമയത്തെങ്ങാണ്ട വിറക് കൂട്ടി തീ കാഞ്ഞപ്പോൾ എന്തോ സംഭവിച്ചു? ഒരണലി പുറത്തിയാടി. റെഡി? നിങ്ങൾ റെഡിയാണോ? റെഡി ഫോർ സം പ്രൊഫറ്റിക് ആക്ട്? പാമ്പ് സർവൈവ് ചെയ്യുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ തുറക്കുമ്പോൾ പറയാറുണ്ട്, ഇനിയിപ്പോൾ അങ്ങോട്ട് എന്തുവാ തണുപ്പ് കാലങ്ങളാണ്, പുറത്തൊക്കെ ഷൂസൊക്കെ ഇടുന്നവർ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരൊക്കെ ചെക്ക് ചെയ്യണം. കാര്യം എന്താ? പാമ്പ് സർവൈവ് ചെയ്യുന്നത് തണുപ്പില്ല. തണുപ്പടിച്ചാൽ ഇതിന് ഭയങ്കര സുഖമാണ്.
പക്ഷെ ചൂടടിച്ചത് പുറത്ത് ചാടും. ഞാനിങ്ങനെ നടക്കുമ്പോൾ ചില സ്ഥലങ്ങളിൽ തണുപ്പ് അനുഭവിക്കുന്നു, ചില സ്ഥലങ്ങളിൽ ഭയങ്കര ചൂട് അനുഭവിക്കുന്നു. നിന്റെ വീട് തണുത്തു പോകരുത്. ആ വാക്ക് അതുപോലെ പറയാം, അകത്ത് തീ ഉണ്ടായിരിക്കണം. തീ കെട്ടുപോകരുത്. പെന്തക്കോസ്റ്റ്, ദാറ്റ് ഇസ് നോട്ട് എ ചർച്ച്. ഞാൻ പെന്തക്കോസ്റ്റിൻ്റെ 3-ാം തലമുറ. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിലാണ് എൻ്റെ അപ്പച്ചൻ്റെ, അവിടെ പാസ്റ്ററായിരുന്നു. പെന്തക്കോസ്റ്റ് കുടുംബത്തിൽ വളർന്നവനാണ്. അമ്മയുടെ അപ്പനും പാസ്റ്റർ, അപ്പൻ്റെ അപ്പനും പാസ്റ്റർ, രണ്ടുപേരും മരിച്ചുപോയി. പെന്തക്കോസ്റ്റ് ചർച്ചല്ല, പെന്തക്കോസ്റ്റ് തീയ. എന്നോട് പരിശുദ്ധാത്മാ പറഞ്ഞു, ഈ സഭയിൽ ടാമി മൂവ്മെന്റിൽ വീണ്ടും പെന്തക്കോസ്റ്റ് ആരംഭിക്കാൻ പോകുകയാണ്. ഓ, പെന്തക്കോസ്റ്റ് വീണ്ടും ഇവിടെ അടിക്കാൻ പോകുകയാണ്. ഒറിജിനൽ പെന്തക്കോസ്റ്റിനെ ദേശം കണ്ടിട്ടില്ല. വീണ്ടും ഇതിനകത്ത് ആ തീ കത്തി തുടങ്ങാൻ പോകുകയാണ്. അതിനകത്ത് നിന്റെ കുടുംബമുണ്ട്, നിന്റെ തലമുറയുണ്ടെന്ന് വിശ്വസിക്കുന്നവർ ഒന്ന് നല്ലപോലെ വെളിപ്പെടുത്തി കുഞ്ഞുങ്ങളുടെ മേൽ തീ കത്തട്ടെ, തലമുറകളുടെ മേൽ തീ കത്തട്ടെ, യൗവനക്കാരുടെ മേൽ തീ പിടിക്കട്ടെ. ഇവിടുത്തെ യൂത്ത് കോർ ഗ്രൂപ്പിന്റെ മേൽ ആത്മാവിന്റെ തീ പിടിക്കട്ടെ. സമയങ്ങൾ പോകുന്നത് അറിയാതെ ആത്മാവിന്റെ മണ്ഡലങ്ങളിൽ ഇരിക്കുന്ന അനുഭവങ്ങൾ ഈ സഭയ്ക്കകത്ത് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ തുറന്നു പ്രവർത്തിക്കുന്നു. ഓ, അതിനകത്ത് ആത്മഭാരമുള്ള മാതാപിതാക്കന്മാരുണ്ടെങ്കിൽ നല്ലപോലെ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. നിന്റെ കുടുംബത്തിനകത്ത് ആത്മാവിന്റെ തീ പിടിക്കാൻ പോകുകയാ. നിന്റെ തലമുറ തീ പിടിക്കുന്ന തലമുറയായിരിക്കും. അർത്ഥന പ്രബന വൈശവരംധന അഡാലിയ തോരിയ ലബർധന. തൊടുന്നല്ലോ 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 തൊടുന്നല്ലോ. ഹോ ശേലി ഖാര ലബാറ ഖാന സദന ഹദര അടഗതല മനഗടകർഥന റിയല ഠാര ഠാര. കണ്ണു തുറന്ന് ലക്ഷ്യമായിട്ടിരിക്കല്ലേ. കണ്ണുകളെ അടച്ച് കണ്ണുകളെ അടച്ച് കണ്ണുകളെ അടച്ച് ചില മിനിറ്റുകൾ ആത്മാവിൽ നിറഞ്ഞ് ആത്മാവിൽ നിറഞ്ഞ് ഉടകല മനഘടകർഥന രഗജന ഘടക. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്ന് മുഴക്കം ഉണ്ടായി. പിളർന്ന നാവുകൾ, ആക്കിനി നാവുകൾ ഓരോരുത്തരുടെ മേൽ ഈച്ച് ആൻഡ് എവരിവൺ, എല്ലാവരുടെ മേലും പതിഞ്ഞ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങിയതുപോലെ തീ 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 തീ. മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടതിൻ്റെ 50-ാം ദിവസമാണ് ആദ്യത്തെ പെന്തിക്കോസ്ത്. പുറപ്പാടിൽ ആദ്യത്തെ പെന്തിക്കോസ്തിൽ നാൽപ്പത് ലക്ഷം ജനത്തിന്റെ നടുവിൽ ദൈവത്തിന്റെ പ്രത്യക്ഷത ഉണ്ടായി. കണ്ടു നിന്നവരെല്ലാം പേടിച്ചു. ദൈവം സംസാരിച്ചു. ഓ, ഞാനിത് ആരോടാ പറയുന്നത്? ഇരുന്ന ജനം പേടിച്ചു, വിറച്ചു. അവിടെ ഒരു വാക്യമുണ്ട്, ഞാൻ സംസാരിച്ചത് നിങ്ങൾ കണ്ടു. സാധാരണ സംസാരിച്ച കാണുകയല്ല, കേൾക്കുക ചെയ്യുന്നത്. കാരണം ദൈവത്തിൻ്റെ വാക്കെന്ന് പറഞ്ഞ തീയ.
ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ ഉണ്ടാകരുത്. നിങ്ങൾക്കറിയാം, ഒരു തീയ വന്നത് കൽപ്പലകയിൽ എഴുതുന്നത് കണ്ടിട്ട് ജനം മൊത്തം മോശയോട് പറഞ്ഞു, അയ്യോ ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട. ആദ്യത്തെ പെന്തിക്കോസിലെ ആളുകൾ ഇവിടെ ഉണ്ടാകരുതെന്ന് ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ പെന്തിക്കോസിലെ ആളുകൾ ദൈവത്തിൻ്റെ ശബ്ദം വേണ്ടാന്ന് പറഞ്ഞ ഗ്യാങ്ങാ. കാരണം അത് കേൾക്കാനുള്ള ത്രാണി ഞങ്ങൾക്കില്ല. മോശയോട് സംസാരിക്കും, മോശ ഞങ്ങളോട് സംസാരിക്കും. നിയമം എഴുതി കൊടുത്തു ആദ്യത്തെ പെന്തിക്കോസിൽ. ഒടുക്കത്തെ പെന്തിക്കോസിൽ ഓരോരുത്തരുടെ മേലും അതേ തീ നാവുകൾ വന്ന് പതിച്ചു. പതിച്ചു പതിച്ചു. ഇതിനെ പ്രാപിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ പ്രാപിച്ചോണം. ഓരോരുത്തരുടെ മേൽ വന്ന് പതിച്ചു. ആദ്യത്തെ പെന്തിക്കോസിൽ ദൈവം മനുഷ്യനെ പറ്റി സംസാരിച്ചു. നീ ഇങ്ങനെ നടക്കണം, അങ്ങനെ ആയിരിക്കണം, ഞാൻ പറയുന്നത് കേൾക്കാവൂ. പക്ഷെ ഒടുക്കത്തെ പെന്തിക്കോസിൽ മനുഷ്യൻ ദൈവത്തിന്റെ വൻ കാര്യങ്ങളെ പ്രസ്താവിച്ചു. ഓ ഇല്ല 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 ഇല്ല. നീ വാ തുറക്കുമ്പോൾ ദൈവത്തിന്റെ വൻ കാര്യങ്ങൾ. എനിക്ക് വാക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചെറിയ പരിപാടി ഇതിനകത്ത് ഇല്ലവേ ഇല്ല. വാ തുറന്ന വലിയ കാര്യങ്ങൾ, നിന്റെ തലമുറയെ കുറിച്ച് വലിയ കാര്യങ്ങൾ, നിന്റെ ഭാവിയെ കുറിച്ച് വലിയ കാര്യങ്ങൾ. അത് വിശ്വസിക്കുന്നവർ എന്നോട് കൂടെ ജോയിൻ ചെയ്ത് ഇന്ന് രാത്രി ചിലരുടെ ഡെസ്റ്റിനി ചേഞ്ച് ആകാൻ പോകുകയാ. വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ. നിന്റെ ചെറിയ വരുമാനം, ചെറിയ വിദ്യാഭ്യാസം, നോ 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 നോ. എന്റെ ദൈവം വലിയവനായതുകൊണ്ട് അവൻ വഴി തുറന്ന വലിയ വഴിയെ തുറക്കത്തുള്ളൂ. അവൻ എന്തേലും ചെയ്താൽ ദൈവത്തോളം വലിപ്പമുള്ളത്. In the mighty name of Jesus, in the mighty name of Jesus. തീ 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 തീ. ഇതിനകത്ത് തീ പിടിക്കുന്നല്ലോ. തൊടുന്നു 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 തൊടുന്നു. ഹാർട്ടിനെ തൊടുന്നു, കിഡ്നിയെ തൊടുന്നു, യൂട്രസിനെ തൊടുന്നു. പ്രാർത്ഥിക്കുക 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 പ്രാർത്ഥിക്കുക. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിയോഗങ്ങൾ വീഴുന്നു. Holy Master, Holy Master, Holy Master, Holy Master, Holy Master. ഈ സഭ ഇന്ന് തൊട്ട് തീ പിടിക്കുന്ന സഭയായിരിക്കും. ഇതിനകത്ത് തീ ഉണ്ട് പാസ്റ്റർ, ഇവിടെ തീ ഉണ്ട്. പൗലോസ് ഒരു സുവിശേഷകനായതുകൊണ്ട് തൻ്റെ ഭാഷ മൊത്തം ഇവാഞ്ചലിക് ലാംഗ്വേജാണ്. ഒരു ലേഖനം തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ ആ ലേഖനം അവസാനിക്കുമ്പോഴോ പൗലോസ് പറയുന്ന വാക്കാണ് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. പക്ഷെ പത്രോസ് ലേഖനം എഴുതുമ്പോൾ അതിന് ഇൻട്രൊഡക്ഷനിൽ കൊടുപ്പുണ്ട്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നു. നമ്മുടെ ഭാഷ പറഞ്ഞ വിശ്വാസിക്ക് എഴുതുന്നു, ദൈവമക്കൾക്ക് എഴുതുന്നു, വൃതന്മാർക്ക് എഴുതുന്നു. എഴുതിയിട്ട് പറയുന്ന വാക്കിതാണ്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ എന്നല്ല, വർദ്ധിക്കുമാറാകട്ടെ. അർത്ഥം നിന്റെ അകത്ത് കൃപ ഉണ്ട്, നിന്റെ അകത്ത് സമാധാനം ഉണ്ട്. നമ്മളെല്ലാം സമാധാന അന്വേഷികളാ. എല്ലാവർക്കും സമാധാനം വേണം. ഈ ലോകം മൊത്തം സമാധാനത്തിന് വേണ്ടി ഓടുന്നവരാ, മോക്ഷം കിട്ടാൻ വേണ്ടി ഓടുന്നവരാ. എന്തും ചെയ്യും. ചെരുപ്പില്ലാതെ നടക്കണോ, എത്ര കിലോമീറ്റർ വേണമെങ്കിലും നടക്കും.
മല കയറണോ? മല കയറാൻ ആളുണ്ട്. എന്നാൽ സമാധാനത്തിന് വേണ്ടി ഒന്നും ചെയ്യണ്ട, കൃപ വന്നാൽ മതി. റെയിൽവേ പാളം പോലെ ഒന്നൊന്നിനോട് പാരലായിട്ട് കൃപ വർദ്ധിച്ചാൽ സമാധാനം വർദ്ധിക്കും. ഇതിനകത്തിരിക്കുന്ന നിങ്ങളോട് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നേ, ഞങ്ങളിൽ എന്തോ സ്പെഷ്യൽ കൃപയുണ്ട്. അത് നിങ്ങളുടെ മേലേക്ക് ഇമ്പാർട്ട് ചെയ്യാനല്ല ഞങ്ങൾ വന്നത്. ഓൾറെഡി ദ ഗ്രേസ് ഈസ് ഇൻസൈഡ് ഓഫ് യു. നിന്റെ അകത്ത് കൃപയുണ്ട്, നിന്റെ അകത്ത് പീസ് ഉണ്ട്. ഈ രാത്രിയിൽ അതിനെ കത്തിച്ച് അതിനെ വർദ്ധിപ്പിക്കുന്ന ഒരു ശുശ്രൂഷ. ഈ രാത്രി ഇതിനകത്ത് അത് വർദ്ധിച്ച് എക്സ്പാൻഡ് ചെയ്യപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ചോ, ആമേൻ പറഞ്ഞോ. ഒരു സീഡാ, വലുതില്ല, ചെറുതേ കാണത്തുള്ളൂ. നിങ്ങളുടെ അത്രയും പോലും എനിക്ക് കാണത്തില്ല. പക്ഷെ നമ്മൾ ഇതിനെ വർദ്ധിപ്പിക്കണം. നമുക്ക് മനസ്സിലാവുന്ന രീതി പറഞ്ഞാൽ അകത്ത തീയെ കത്തിക്കണം. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഉഴപ്പന്മാർക്കും മടിയന്മാർക്കും സമയത്തെ നോക്കിയിരിക്കുന്നവർക്കും കോട്ടുവായിട്ടിരിക്കുന്നവർക്കും ഒന്നും തൊടാൻ പറ്റുന്ന സ്ഥലമല്ല. ദൈവരാജ്യത്തെക്കുറിച്ച് ബൈബിൾ പറഞ്ഞത് അതിനെ ബലാത്കാരം ചെയ്യണം. ഇവിടെ ക്യൂ ഇല്ല. ഇവിടെ പുറകിൽ ഇങ്ങനെ വെയിറ്റിംഗ് പരിപാടി ഇവിടെ ഇല്ല. ആരിടിച്ചു കയറുന്നു അവനകത്ത് കയറും. ആരിതിനെ പിടിച്ചടക്കുന്നോ അവൻ ഇതിന്റെ കൊള്ള പങ്കിടും. ഇന്ന് രാത്രിയിൽ ഇതിനകത്തിരിക്കുന്ന ചിലര് ആത്മാവിൽ സടകുടഞ്ഞെഴുന്നേക്കട്ടെ. വായികളെ തുറന്ന ശബ്ദത്തോടെ എന്നോട് ദൈവത്താ പറഞ്ഞു, പെന്തിക്കോസ്റ്റ് ഇവിടെ ആരംഭിക്കാൻ പോകുകയാ. ടാമിയിൽ പെന്തിക്കോസ്റ്റ് ആരംഭിക്കാൻ പോകുകയാ. തീ പിടിക്കുന്ന തലമുറ ഈ കൂട്ടത്തിൽ എഴുന്നേക്കാൻ പോകുകയാണ്. ഇവിടുത്തെ യൂത്ത് മീറ്റിങ്ങുകൾ, പാസ്റ്റർ പരിശുദ്ധം പറഞ്ഞു, യൂത്ത് മീറ്റിങ്ങുകൾ യൂത്ത് പ്രോഗ്രാമുകളായി മാത്രമല്ല, അതിനകത്ത് തീ പിടിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകും. മണിക്കൂറുകൾ ഇതിനകത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ ആത്മവ്യവശതയിലേക്ക് പോകുന്ന വലിയ കാഴ്ചപ്പാടുകൾ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ തുറക്കുന്നു. വരും ദിവസങ്ങൾ അസാധാരണ ദൈവിക പ്രവർത്തികളുടെ സീസണായിരിക്കുമെന്ന്. Altana rigana hospitolia regeteli lebertonia shantana ragadana kadagadara kadaga lubra la katoma sandere jana dara kadaga. Thank you Jesus. തീ പിടിക്കണം. അടുത്തിരിക്കുന്നവർക്ക് ഒരു ഹായ് ഭായ് കൊടുത്തിട്ട് പറ, തീ പിടിക്കണം. കൈ കൊടുത്ത് പറഞ്ഞു, ദൂതുപോലെ പറഞ്ഞു. എനിക്ക് എല്ലാവരും അടുത്തത് തീ പിടിക്കണം, തീ പിടിക്കണം. വിടുതലല്ല, തീ പിടിച്ചാൽ മതി, വിടുതൽ നടക്കുക. തീ പിടിച്ചാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ ഈ ഇരുട്ടത്ത് പതിയിരിക്കുന്ന സാധനം പുറത്തിയാടും. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 4ാം തലമുറയിൽ ഇത് പമ്മിയിരിക്കുക, നമുക്കറിയത്തില്ല. നമ്മൾ ഭയങ്കര പെർഫെക്റ്റാണ്. നമ്മൾ ഓഫറിങ് കറക്റ്റ് കൊടുക്കുന്നുണ്ട്, ആരാധനയ്ക്ക് കൃത്യം പോകുന്നുണ്ട്, പക്ഷെ പ്രെയർ കൃത്യമാണ്, നമ്മുടെ കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്. പക്ഷെ എന്തോ ഒരു സക്സസ് ഇല്ല. ഇതല്ലേ പലരുടെയും വിഷയം. എന്തൊക്കെയോ എവിടേക്കോ തടസ്സങ്ങൾ. യാക്കോബിന്റെ കേസ് പോലെ ഇയാളുടെ ഭാര്യ എന്നാ ചെയ്തു, മറ്റേ വിഗ്രഹം അടിച്ചുകൊണ്ട് വന്ന് കുതിരയുടെ കോപ്പിനകത്ത് പാത്ത് വെച്ചേക്ക. ഇദ്ദേഹം അറിയുന്നില്ല, ഇദ്ദേഹം നീതിമാനാ. അമ്മാവിയപ്പം വന്നപ്പോൾ ഇദ്ദേഹം വാദിക്കുകയാണ്, ഞങ്ങളുടെ കൂട്ടത്തിൽ ആരും അത് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ ചത്തു വീഴട്ടെ. യാക്കോബ് നീതിമാനാ, പക്ഷെ നീ അറിയാത്ത കുരുക്ക് നിന്റെ വീടിനകത്തുണ്ട്. ഇന്ന് രാത്രി ആ ഹിഡൻ സാധനം തീ പിടിച്ച് പുറത്തിയാടും. പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിച്ചു തുടങ്ങിക്കോ. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കണ്ട. ഇത് നിങ്ങളുടെ രാത്രിയാണ്, നിന്റെ വിടുതലിന്റെ രാത്രിയാണ്. തീ പിടിക്കുക, തീ പിടിക്കുക, തീ പിടിക്കുക. Holy Spirit is a fire. ആത്മാവ് തീയാണ്. സാധാരണ പാമ്പ് അണലിന്ന് അതിനകത്തുണ്ടല്ലേ, എന്തേലും അണലിയാണ്. സാധാരണ പാമ്പ് ഒന്നെങ്കിൽ ഒരു ബൈറ്റ്,
എന്താ പറയുക, ഒന്ന് കടിക്കും അല്ലെങ്കിൽ കൊത്തും. പക്ഷെ ഇവിടുത്തെ പാമ്പിനൊരു പ്രത്യേകതയുണ്ട്. ഇത് കടിച്ച് ഇങ്ങനെ ഞാന്ന് കിടക്കുക എന്ന് പറഞ്ഞാൽ നിന്നെ വിടത്തില്ല, നിന്നെയും കൊണ്ടേ പോകത്തുള്ളൂ. ഓ റെഡി? നമ്മൾ ഒരുമിച്ച് ചെയ്യാൻ പോകയാ. ഇന്ന് നമ്മൾ ഇതിനെ പിടിച്ച് നിർത്താൻ പോവാ. പിശാചിനെ കണ്ട് പേടിച്ചോടാനല്ല, അതിനെ പിടിച്ച് സൈറ്റിൽ ഇറക്കാൻ പോവാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? കാരണം യേശു മിനിസ്ട്രി തുടങ്ങിയപ്പം ആദ്യം പോയി കുരുടനെ സൗഖ്യമാക്കല്ല, ആദ്യം പിശാചുമായിട്ടായിരുന്നു ഡീലിങ്. 40 days പിശാചിനെ പിടിച്ച് നിർത്തി, സകല പരീക്ഷയും തികച്ചു. ഓ, അവിടെ ഒരു വാക്യമുണ്ട്, കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അതിൻ്റെ അർത്ഥം പിന്നെ ഒരു ഡിമോണിക് അറ്റാക്ക് ഇല്ല. പിന്നെ ഈ ആൾ എവിടെ വരുന്നോ ആ സമയത്ത് ഇത് അലറി ഓടും. പിശാചിന്റെ പോരാട്ടവും മിനിസ്ട്രിയും, പിശാചിന്റെ പോരാട്ടവും കുടുംബജീവിതം ഇതെല്ലാം ഒരുമിച്ച് പോകത്തില്ല. വെളിച്ചം ഉള്ളിടത്ത് ഇരുട്ടിനിരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ചിലര് അതിനെ പിടിച്ചു നിർത്താൻ പോകയാ, എന്നിട്ട് അതിനോട് സംസാരിക്കാൻ പോകയാ. എന്നോട് കൂടെ ജോയിൻ ചെയ്യാൻ പറ്റുന്നവർ ജോയിൻ ചെയ്തോ, അതിനോട് സംസാരിക്കാൻ പോകയാ. ഇന്ന് ആ പിശാചിനെ നോക്കി പറയാം, അതിന്റെ പ്രത്യേകത അത് കടിച്ച് തൂങ്ങിക്കിടക്കുന്നു. അങ്ങനെ വാക്യത്തില് നിങ്ങളുടെ ബൈബിളിൽ അങ്ങനല്ലേ? കടിച്ച് തൂങ്ങിക്കിടക്കുക. അതിനോട് പൗലോസ് പറയുന്ന വാക്കാണ്, ഇനി എൻ്റെ അടുത്ത ജേണിയിൽ നീ ഇല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളെക്കുറിച്ച് പ്രവചിച്ചു പറ, ഞാനൊരു വലിയ മൂവിലേക്ക് കയറാൻ പോകയാ. ഓ പറ, നിങ്ങളുടെ തലമുറയെക്കുറിച്ചോ നിങ്ങളുടെ വീടിനെക്കുറിച്ചോ നിങ്ങളുടെ ഭാവിയെക്കുറിച്ചോ കുഞ്ഞുങ്ങളൊക്കെ ഒന്ന് പ്രവചിച്ച് പ്രാർത്ഥിച്ചേ ഒന്ന് പ്രാർത്ഥിച്ചേ. 2026 എൻ്റെ വർഷമാണ്. കുറേ കാലം കൊണ്ട് ഞാൻ കേൾക്കുന്ന വാക്തത്വങ്ങൾ പിടിച്ചടക്കുന്ന വർഷമാണ്. എൻ്റെ വീടിനകത്ത് വിടുതൽ നടക്കാൻ പോകുന്ന വർഷമാണ്. ആ പിശാചിനെ നോക്കി പറ, കുറെ കാലമായി നീ പതുങ്ങിയിരിക്കുക, ഇനി അടുത്ത ജേർണിയിൽ നീ ഇല്ല. ഓ, ഈ സ്റ്റോപ്പിൽ നിന്നെ ഞാൻ ഇവിടെ പോരാ 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 പോരാ. അതിനെ കൊടയാൻ പറ്റുന്നവർ കൊടഞ്ഞുകള യേശുവിന്റെ നാമത്തിൽ. അതിനെ കൊടഞ്ഞിട്ട് അതിനെ ചവിട്ടി പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാൻ പരിശുദ്ധാത്മാവിന്റെ ഭയങ്കര മാനിഫെസ്റ്റേഷനുകൾ ഈ ഹോളിനകത്തുണ്ടാകും. ദേശക്കാര് തിരിച്ചറിയത്തക്ക നിലയിലുള്ള മാനിഫെസ്റ്റേഷനുകൾ ഇതിനകത്തുണ്ടാകും. ഞാൻ ഈ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളുടെ മേലെല്ലാം അങ്ങനത്തെ ഭയങ്കര ആത്മപകർച്ചകൾ കാണുന്നു. ഇത് സാധാരണക്കാരല്ല, സാധാരണക്കാരെ കൊണ്ട് അസാധാരണ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നവൻ നിങ്ങളുടെ നടുവിൽ നടക്കാൻ പോകുകയാണ്. ദൈവം ഇവിടെ ആവശ്യിക്കാൻ പോകുകയാണ്. ദൈവത്തിന്റെ ശക്തന ഇവിടെ 24/7 ഇൻഡ്വെല്ലിംഗ് ആയിട്ട് നിങ്ങളോട് കൂടെ വസിക്കാൻ പോകുകയാണ്. ഹോളി സ്പിരിറ്റ് ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുക. റെഡി ആയിട്ടിരുന്നോ? ഈ പാമ്പ് പതുങ്ങിയിരുന്നിട്ട് ചാടി കടിക്കുമ്പം അഭിപ്രായം പറയാൻ ഒത്തിരി പേര് എഴുന്നേറ്റ് വരും. അടുത്തിരുന്ന് കൈ കൊടുത്തോറ, അത് അവരുടെ ഡ്യൂട്ടിയാണെന്ന് പറ. നീ ഇവിടെ നിന്നപ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നല്ലോ, അവിടെ പ്രാർത്ഥിക്കാൻ പോയോണ്ടല്ലേ ഈ പ്രശ്നം എല്ലാം ഉണ്ടായത്. നീ ഒരു ശപിക്കപ്പെട്ട ആളാണ്. ഇരുന്ന മൊത്തം എണ്ണവും പൗലോസിനെ നോക്കി പറയാൻ തുടങ്ങി,
ഒരു ഗതി പിടിക്കാത്ത ഒരുത്തൻ. കടലിൽ വെച്ച് തീരണ്ടായിരുന്നു, അവിടെ വെച്ച് തീരാതെ ഇവിടെ വരെ കൊണ്ടുവന്നു. വേണ്ടേ? അവരുടെ നോട്ടം എന്താണെന്നറിയോ? ഇപ്പൊ ചീർത്ത് വീർത്ത് ചത്തു വീഴും. ഓ, അങ്ങനെ നോക്കിയിരുന്നവരുടെ നടുവിൽ പൗലോസ് അതിനെ ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. അണലിയുടെ വനത്തിൻ്റെ അളവും അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് തലയിൽ കയറ്റിക്കഴിഞ്ഞാൽ കുടയാനും പറ്റത്തില്ല. ടെൻഷൻ അടിച്ച് അറ്റാക്ക് വന്ന് മരിക്കും. അതൊന്നും നോക്കില്ല, അതിനെ കുടഞ്ഞു കളഞ്ഞ്. ഞാനൊരു ദൂത് അതിനോട് ചേർന്ന് പറയാം. ഏത് തീ അതിനെ പുറത്ത് ചാടിച്ചോ അതേ തീ അതിനെ കത്തിക്കും. ഓ, ചിലരെ ഇത് പിടിക്കുന്നുള്ളൂ. നീ ഇപ്പൊ തീരും, നിന്റെ കുടുംബം ഇപ്പൊ തീരും, അതെല്ലാം അവസാനിക്കാൻ പോകുകയാണ്. അവര് നോക്കി നിന്നവരുടെ നടുവിൽ അത് കത്തിപ്പോയി. അടുത്ത വാക്യം, അവൻ ചീർക്കുന്നുമില്ല, വീർക്കുന്നുമില്ല, ചത്ത് വീഴുന്നുമില്ല, അവൻ കൂളായിട്ടിരിക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർ എന്തോ പറഞ്ഞു? അടുത്തിരുന്ന് പറ, ഇത്രയേ ഉള്ളൂ നാട്ടുകാരെന്ന് പറ, ഇത്രയേ ഉള്ളൂ. അഭിപ്രായക്കാര് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് ഇത്രയേ ഉള്ളെന്ന് പറ, അതൊന്നും നോക്കണ്ട. ആമേൻ. ഒന്ന്, അണലി കൂട്ടത്തോട് ഇവിടെ ചാകാൻ പോകയാ. ഇത് ചത്താൽ ആ ദിവസം തന്നെ ആ ദ്വീപ് പ്രമാണി പുബ്ലിയോസിന്റെ വീട്ടിൽ പൗലോസിനെ കൊണ്ടുപോവാ. അവൻ്റെ അമ്മാവിയപ്പനെ സൗഖ്യമാക്കിയ വാർത്ത ദേശത്തൊക്കെ സ്പ്രെഡായി. ആ നാട്ടിലുള്ള മുഴുവൻ ദീനക്കാരെയും കൊണ്ടുവന്നു, അവരെ എല്ലാം സൗഖ്യമാക്കി. ഏത് അണലി കടിച്ച് വിഷം കയറ്റാൻ നോക്കിയ കൈ, ആ കൈയെ ഹീലിങ്സിന് ഉപയോഗിച്ചു. ഇതിനകത്തിരിക്കുന്ന ചിലരോട് ആത്മാവിൽ പ്രവചിക്കുന്നു, കടലിൽ വെച്ച് തീർക്കാതെ നിന്നെ ഒരു പാളിയിൽ ഈ തീരത്ത് കൊണ്ടെത്തിച്ചത് അണലിയെ കൊണ്ട് കൊല്ലിക്കാനല്ല, നിന്നെ ഒന്നിനും തൊടാൻ പറ്റത്തില്ല. ഓ, ഇത് നിന്നെ വിട്ട് മാറുകയല്ലാതെ അതിന് വേറൊരു വഴിയില്ലാതെ വേണം. ഞാനിത് പറയുമ്പോൾ ചില വീടുകൾക്കകത്തുനിന്ന് ചിലത് ഇറങ്ങി ഓടുന്ന കാഴ്ച. ഓ, അത് പ്രാപിക്കാൻ പറ്റുന്നവർ പ്രാപിച്ചു തുടങ്ങിക്കോ. പക്ഷെ ഈ ഹോളിനകത്ത് ഭയങ്കര ഹീലിംഗ് മിനിസ്ട്രി ആരംഭിക്കും. നിങ്ങൾ ഇതുവരെ ചെയ്തതുപോലെയല്ല, ഭയങ്കര സയൻസ് ആൻഡ് വണ്ടേഴ്സ് ഈ ഹോളിനകത്ത് നടക്കാൻ പോകുക. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു രോഗി ഉണ്ടാകത്തില്ല. ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടത്തിൽ ദരിദ്രർ ഉണ്ടാകത്തില്ല. ഓ, ലോമോ തോക്കോ റോബാല ശന്തരാജരാജരാജര. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ അവൻ പറയരുത്. ആട്ടിൻകുട്ടിയുടെ രക്തത്തിൽ നിന്ന് പുറത്തു വന്ന സഭ, മരുഭൂമിയിലെ സഭ, പഴയ നിയമത്തിലെ സഭ, അവരെ കുറിച്ച് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവരെ ദൈവം അയച്ചത് ചുമ്മാതെ അയച്ചെന്നല്ല, വെള്ളിയോടും പൊന്നിനോടും കൂടെ അവരെ അയച്ചത്. അടുത്ത വാക്യം, അവരുടെ കൂട്ടത്തിൽ ഒരു ബലഹീനനും. സൂപ്പർ നാച്ചുറൽ വെൽത്ത്, സൂപ്പർ നാച്ചുറൽ ഹെൽത്ത്. ഒരാട്ടിൻകുട്ടിയുടെ രക്തത്തിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ യേശുവിന്റെ രക്തത്തിൽ വിലയ്ക്ക് വാങ്ങിയ നിനക്ക് എത്ര അധികം ക്ലെയിം ചെയ്. വചനം പറഞ്ഞ് ക്ലെയിം ചെയ്. ഇത് ചുമ്മാതിരിക്കുന്ന പരിപാടിയല്ല. നിന്റെ മുഴുവൻ വെസൽസിനെയും ആത്മാവിൽ പുൾ ഡൗൺ ചെയ്ത
ഹുഡററബ ശന്ദരാജരഗദന ചുടരഗദനി ഗടഗർഥനരഗജഗദനാദര. ഓ, നിങ്ങളുടെ അനുഗ്രഹം, നിങ്ങളുടെ വിടുതല്, ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മറുപടി അതിരിക്കുന്നത് എവിടാന്നറിയോ? ദൈവത്തിന്റെ സിസ്റ്റത്തിൽ, പുതുനിയമത്തിന്റെ വെളിപ്പാടിൽ ഇനി ദൈവത്തിന് ഒന്നും ചെയ്യാനും ഇല്ല, ഒന്നും തരാനും ഇല്ല. എല്ലാം ദൈവം തന്നിരിക്കുക. ജീവനും ഭക്തിക്കും വേണ്ടിയതൊക്കെയും ദൈവം ദാനം ചെയ്തിരിക്കുന്നു. യേശു ഇപ്പൊ റെസ്റ്റോണിലാണ്, പിതാവിന്റെ വലത് ഭാഗത്തിരിക്കുക. ഇപ്പൊ ആകെ റോളുള്ളത് യേശുവിന്റെ ബ്ലഡിന് മാത്രമേ ഉള്ളൂ. ഇനി യേശുവിന് ഒരൊറ്റ റോളേ ഉള്ളൂ, നമ്മെ ചേർപ്പാൻ വീണ്ടും മഹാരാജാവായി വരാൻ പോകുകയാ. ഓ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അല്ല, നമ്മൾ ഈ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഓരോരുത്തരെയും പ്രാർത്ഥന കേട്ടിട്ട് ഓരോന്നെടുത്ത് തരുന്ന പരിപാടി അല്ല. തെറ്റിദ്ധരിക്കരുത്. എല്ലാം ദൈവം തന്നിരിക്കുക. ജീവന് വേണ്ടിയതൊക്കെ ദൈവം തന്നിരിക്കുക. ഭക്തിക്ക് വേണ്ടിയതൊക്കെ ദൈവം തന്നിരിക്കുക. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയത് എവിടെയാ? പത്രോസിന്റെ ഒന്നാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായത്തിൽ പത്രോസ് പറയുന്നത് ഇങ്ങനെയാണ്. ആ വാക്യം മലയാളത്തിൽ ഇംപെറിഷബിൾ, മലയാളത്തിൽ ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ തട്ടാത്തതും. ആ വാക്യം എത്ര? 1-3-4. വീണ്ടും ജനിക്കപ്പെട്ടവരായി, വീണ്ടും ജനിച്ചവനുള്ള വാഗ്ദത്തങ്ങളാ ഇവിടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാൻ പോവാം. 1-4 വാക്യം വായിച്ച മോളെ. അന്ത്യകാലത്തിൽ, അതായത് എൻഡ് ടൈമിൽ, ഈ സമയത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ ദൈവശക്തിയിൽ കാക്കപ്പെടുന്നതും. ഓ, എവിടാ? ഇവിടെ സ്ഥലം കോഴഞ്ചേരിയിലല്ല, ഈ ഹോളിലല്ല. ഈ ഹോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫെലോഷിപ്പിന് വേണ്ടിയുള്ള സ്ഥലമാണ്. ഇവിടെ പാട്ട് പാടാനോ ആരാധിക്കാനോ ആ ആത്മാവിന്റെ സന്തോഷം അനുഭവിക്കാനോ ആ യൂണിറ്റിക്ക് വേണ്ടിയാണ് നമ്മളിവിടെ കൂടുന്നത്. ആമേൻ. കുമ്പനാട്, കോഴഞ്ചേരി അല്ല, അടൂരല്ല. എവിടെ ഒരുക്കിയേക്കുന്ന ദൈവം? അമേരിക്കയിലല്ല, ഇസ്രായേലും അല്ല, ഭൂമിയിൽ ഒരിടത്തും അല്ല, സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും. അടുത്തത് എന്താണ്? ദൈവശക്തിയിലാണ് ഇതിനെ പ്രൊട്ടക്ട് ചെയ്തേക്കുന്നത്. ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ തട്ടാത്തതും സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതുമായ അവകാശത്തിനാൽ നീ വീണ്ടും ജനിച്ചിരിക്കുന്നു. If you are born again, നീ വീണ്ടും ജനിച്ച ആളാണെങ്കിൽ ഈ അവകാശത്തിന്റെ കീഴിലോ ദൈവം നിന്നെ ജനിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നിങ്ങളുടെ വിടുതൽ കാര്യങ്ങളെ ഇടത്തോട്ടും വലത്തോട്ടും എല്ലാം നോക്കണ്ടേ. നിങ്ങളുടെ വിടുതൽ ഇരിക്കുന്ന സ്വർഗത്തിലാണ്, ദൈവരാജ്യത്തിലാണ്, ഹെവൻലി സോണിലാണ്. ഓ, സ്പിരിച്വൽ റലത്തെ പറ്റി അറിവില്ലാത്തവരാകരുത്. ബൈബിൾ പറയുന്നത്, യേശു പറയുന്നത്, തല കൈവച്ച് യേശു പറയുന്നത്, എൻ്റെ ഭാഷയാണ്, യേശു പറയുന്നത് എൻ്റെ ജനം മൊത്തം നശിക്കുന്നു. എന്തുകൊണ്ടാണ് നശിക്കുന്നത്? അറിവില്ലായ്മ കൊണ്ട് നശിക്കുന്നു. അല്ല, പിശാചടിക്കുന്നതുകൊണ്ടല്ല. അറിയണം, സ്പിരിച്വൽ സോണിലാണ് നിന്റെ സകല വിടുതലും ഇരിക്കുന്നത്. ഇന്ന് രാത്രി മടിയന്മാരുടെ രാത്രിയല്ല, ഇന്ന് രാത്രി അതിനെ പുൾ ഡൗൺ ചെയ്യാൻ പോകുകയാ. വെയിറ്റ്. ഞാൻ പെന്തിക്കോസിൽ വളർന്നതാണെന്ന് പറഞ്ഞതുകൊണ്ട് പറയാം, നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇവിടെ ഒന്നും വേണ്ട. ഇവിടെ മൊത്തം കഷ്ടതയും ദുഃഖവും ദാരിദ്ര്യമൊക്കെ അനുഭവിച്ച് എങ്ങനെയെങ്കിലും നമുക്ക് അങ്ങ് അക്കരെ നാട്ടിൽ ഏത് വിധേന സ്വർഗത്തിൽ ചെല്ലുക. അവിടെയാണ് നമുക്ക് എല്ലാ ദൈവം ഭവനങ്ങൾ ഒരുക്കിയിട്ട്. തെറ്റല്ല, ഒരിക്കൽ നമ്മൾ അക്ഷരിക്കുമ്പോൾ അവിടെ ചെല്ലും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല സംഭവിക്കേണ്ടത്. നിങ്ങളെ വിളിച്ചതിൻ്റെ പുറകിലുള്ള ഉദ്ദേശം അവിടെ ഉള്ളത് നിന്റെ വീട്ടിലെത്തിക്കണം. അതിനെ പുൾ ഡൗൺ ചെയ്യണം, വലിച്ചടിപ്പിക്കണം, നിന്റെ വീട്ടിൽ അതിനെ ക്ലെയിം ചെയ്യണം. ഇന്ന് രാത്രിയിൽ അതിന് ധൈര്യമുള്ള ഒരുത്തൻ എഴുന്നേറ്റ നിന്റെ വീട്ടിൽ സകല അവകാശങ്ങളും. പോരാ. കൈ അടിക്കാൻ പറ്റുന്നവർ ചൊവ്വിനെ കൈയടിച്ചോ. ലാർത്ഥന കടകധര കടകർഥന രാംശമനേരി അൽഥര പ്രബാല ഹർഥനേ രഗതന ഹസ്തിരിയന്ധന
പ്രാപിക്ക. വിടുതലുകളെ പിടിച്ചടക്ക, രോഗസൗഖ്യങ്ങളെ പിടിച്ചടക്ക, തലമുറകളുടെ വഴികളെ തുറക്കുന്നത് ഇന്ന് രാത്രിയിൽ ആത്മാവിൽ അതിനെ ക്ലെയിം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ അൺസീൻ വേൾഡ് ആക്റ്റീവ് ആകട്ടെ. പ്രാർത്ഥിച്ച് കണ്ണുകളെ അടച്ച്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. പാമ്പ് ചത്താൽ, തീ പിടിച്ചാൽ പാമ്പ് ചാവും. പാമ്പ് ചത്താൽ ഹീലിംഗ് മിനിസ്ട്രി ഇവിടെ ആരംഭിക്കും. ഒരു ദേശത്തെ തിരിക്കുന്ന ദൈവപ്രവർത്തികളുണ്ടാവും. മൂന്നാമത്തെ ദൂത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതാ. അദ്ദേഹം വന്ന് ഇറങ്ങിയത് എങ്ങനെയാ? ഏതോ കപ്പലിൻ്റെ പാളിയിൽ ഓളം തള്ളി മരിച്ചു എന്ന് കരുതി ഒരു തീരത്തടുത്തതാ. എൻ്റെ ഭാഷ ഉടുത്ത ഡ്രസ്സ് മൊത്തം നനഞ്ഞിരിക്കുക. അതും കൂടി ഉണങ്ങാനാ തീ കാഞ്ഞത്. ഉടുത്തു മാറാൻ ഡ്രസ്സ് പോലും ഇല്ല. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി, എനിക്ക് വലിയ നിർബന്ധമില്ല. കുറച്ച് കഴിഞ്ഞപ്പം ആ ദ്വീപുകാരെല്ലാം കൂടെ സമ്മാനം കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലെ ബാഗോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉയർത്തി പിടിച്ചോ. ഞാൻ പ്രാർത്ഥിക്കാൻ പോവാം. ഒന്നും ഇല്ലാത്തവനെ പോലെ വന്നേ. പക്ഷേ ഞാൻ നിങ്ങളുടെ ഒരു വാക്ക്, എലീശ പറഞ്ഞൊരു വാക്ക് കടമെടുത്ത് പറയാം. പാത്രം കുറയ്ക്കരുത്. കാരണം പൗലോസിന് കൊടുത്തത് പേഴ്സിലല്ല, പൗലോസിന് കൊടുത്ത ബാഗിലല്ല, പൗലോസിന് കൊടുത്ത ഒരു കപ്പൽ നിറയെ സമ്മാനങ്ങൾ. ഞാൻ പ്രാർത്ഥിക്കാൻ പോകാം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെന്ന് എടുത്ത് ഉയർത്തി പിടിച്ചോ. യേശുവിൻ്റെ നാമത്തിൽ. പഴയ നിയമത്തിലെ സഭയ്ക്ക് പൊന്നും വെള്ളിയും ദൈവം കൊടുത്തെങ്കിൽ പുതു നിയമത്തിൽ എത്രയധികം. എൻ്റെ കർത്താവ് പൊന്നിനും വെള്ളിക്കും എതിരല്ല കേട്ടോ. ഹഗായുടെ പ്രവചനത്തിൽ സിൽവർ ഈസ് മൈൻ ആൻഡ് ഗോൾഡ് ഈസ് മൈൻ. പൊന്ന് എനിക്കുള്ളത്, വെള്ളി അത് ഹെവൻലി, സ്വർഗത്തിലുള്ളതൊന്നും ഭൂമിയിലില്ല. അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വേഷനാണ് ഭൂമിയിലുള്ളത്. സ്വർഗത്തിലുള്ള ആകെയുള്ള സാധനം ഭൂമിയിലുള്ളത് പൊന്നും വെള്ളിയാണ്. ചിലർക്ക് ദേഷ്യം വരുന്നു. എൻ്റെ അമ്മയും അമ്മച്ചിയൊന്നും ഓർണമെൻറ്റ്സ് ഇടുന്നവരല്ല, ഇപ്പോഴും ഇട്ടിട്ടില്ല. പക്ഷെ അവരെതിരുമല്ല. അന്ന് ഊരി. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു. പഴയ നിയമത്തിലെ ആലയം പണിയാൻ നേരത്തെ ദൈവം പറഞ്ഞു, ഇതിനെ ഏറ്റവും കൂടുതൽ ഫർണിഷ് ചെയ്യേണ്ടത് ഗോൾഡ് കൊണ്ടാണ്. കതിരമരത്തിലും അതിനകത്തിരിക്കുന്ന മുഴുവൻ കാര്യത്തിലും സ്വർണം പൂശണം. പുതുനിയമത്തിലെ ആലയം നിങ്ങളാണ് എന്ന് പറഞ്ഞങ്ങ് ഭയങ്കര സ്വർണം പൂഷണമെന്നല്ല, സ്വർണം ഇടുന്ന തെറ്റില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, പ്രാർത്ഥിക്കാൻ പോവാം. ഡിവൈൻ വെൽത്ത്, എൻ്റെ ദൈവം അതിനൊന്നും എതിരല്ല. വിശ്വാസത്തെ ഉറത്തി പിടിച്ചോ. മടിയുള്ളവർ ചെയ്യരുത്, ചിലപ്പോൾ അനുഗ്രഹം പ്രാപിച്ചാലോ. ഉയർത്തി പിടിച്ചോ, പ്രാർത്ഥിക്കാൻ പോവാം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞങ്ങളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഈ 2025 11 മാസം 28 ഈ രാത്രി സഭയുടെ മേൽ ചിലതിനെ ആത്മാവിൽ അൺലോക്ക് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ ഒരസാധാരണ സമൃദ്ധി വെളിപ്പെട്ട് വരട്ടെ. അഡ്ജസ്റ്റ്മെൻറ്റുകളുടെ ലൈഫല്ല. പലയിടങ്ങളിൽ ഇവർ ഒതുങ്ങിപ്പോകുകയാണ്. അന്നേക്കുള്ളത് വെച്ച് ദൈവം നോ ഒരു ഭയങ്കര ഈ 12 കൊട്ട ശേഷിപ്പ് വന്നതുപോലെ ഇവരുടെ കുടുംബങ്ങളിൽ ഓരോ മാസം കഴിയുമ്പോഴും ശേഷിപ്പുകൾ ഉണ്ടാകട്ടെ. ഓരോ വാരി വിതറി ദരിദ്രർക്ക് കൊടുക്കത്തക്ക നിലയിൽ ദൈവം തരുന്ന ബ്ലെസ്സിങ്സ് ഒരിക്കലും റിച്ച്നെസ് അല്ല. പക്ഷെ ദൈവം തരുന്ന ബ്ലെസ്സിങ്ങിൽ റിച്ച്നെസ് ഉണ്ട്.
റിച്ച്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? ഈ ലാവിഷ്നെസ് ആയിട്ടുള്ള ലൈഫല്ല. ദൈവം തരുന്ന ബ്ലെസ്സിങ് ഡിവൈൻ വെൽത്താ. ഓ, ആർക്കാ മനസ്സിലാകുന്നത് എനിക്കറിയത്തില്ല. ഡിവൈൻ വെൽത്തിൽ ചിലരെ ദൈവം നടത്താൻ പോകുകയാ. ചിലപ്പോൾ നിന്റെ പോക്കറ്റ് മണി കാണത്തില്ല, ചിലപ്പോൾ അക്കൗണ്ട് 0 ആയി പോയേക്കാം. പക്ഷെ നിന്നെ പോലെ ധനികൻ വേറൊരാളില്ല. ഓ, നിനക്ക് എപ്പോൾ ആവശ്യമുണ്ടോ അപ്പോൾ ഹെവൻലി സോണുകൾ തുറക്കും. ഓ റഖാനാബ ശയറ കതനി അന്ധനെ രഗദന ഘടകദരി ഘടകർത്തന ലാതാറാവ ശന്ധരേ ജനാദര ഘടകർത്തന രഗജ. ഒരു അവയർനെസ്സിൽ ഇന്ന് രാത്രി തൊട്ട് ചിലർ ജീവിക്കട്ടെ. ഓ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, പുത്രിമാരാണ്. മക്കളെങ്കിലോ സകലത്തിലും അവകാശികളാണ്. റിച്ച്നെസ് ബേസ് ആയിരിക്കുന്നത് മണിയെയാണ്. എന്താ പറയുക, ക്യാഷിനെ ബേസ് ചെയ്ത റിച്ച്നെസ് ഇരിക്കുന്നത്. ഒരു നമ്മുടെ നാട്ടിൽ നല്ലൊരു ധനികനായിട്ടുള്ള ഒരാളുണ്ടെന്ന് ഇരിക്കട്ടെ, അയാളുടെ ഈ റിച്ച്നെസ് ഷോ ചെയ്യിപ്പിക്കുന്ന അയാളുടെ ക്യാഷ് കൊണ്ടാണ്. മനസ്സിലായോ? നെഗറ്റീവാണ്. നിങ്ങൾ ആമയം പറയണ്ട. ഒരു രോഗം വന്ന് 10 വട്ടം തിരുവല്ലയിൽ ഏതെങ്കിലും മെഡിക്കൽ കോളേജിൽ കയറി ഇറങ്ങിയാൽ എന്താ പറ്റും? അയാളുടെ റിച്ച്നെസ്സും പോയി, ക്യാഷ് പോയാ. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? പക്ഷെ ദൈവം തരുന്ന റിച്ച്നെസ് അല്ല, ഡിവൈൻ വെൽത്താ. ചിലപ്പോൾ പോക്കറ്റ് മണി കാണത്തില്ല. യേശുവിനെ ലൈഫ് നോക്കിയാൽ മതി. പുത്രനായിട്ടുള്ളത് യേശു മാത്രമേ ഉള്ളൂ. യേശു പലപ്പോഴും പോക്കറ്റ് മണി കൊണ്ടല്ല നടന്നത്. ചില സമയത്ത് 1 രൂപ പോലും കാണത്തുമില്ല. നമ്മളെപ്പോലെ EMI വാടകയൊക്കെ അടക്കാൻ സമയമായപ്പോൾ ഈ ടാക്സ് കൊടുക്കണം. അന്നത്തെ ആൾ ഈ ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കാൻ സമയമായപ്പം പത്രോസ് ചോദിച്ചപ്പോൾ യേശു എന്താ പറഞ്ഞു? പൈസ ഇല്ലായിരുന്നു. ഡിവൈൻ വെൽത്തിൽ ചിലരധികം നടത്താൻ പോകുകയാണ്. ഒരാടെ മുമ്പിലും കൈ നീട്ടത്തില്ല. കാരണം നിനക്കറിയാം, ഈ യേശുവിനെ കുറിച്ച് നമ്മുടെ റോൾ മോഡൽ യേശുവാണ്. അതോടെ പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. യേശുവിനെ നോക്കിയാൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒന്നും കാണത്തില്ല. ഈ ആൾ ജനിച്ചത് പുൽത്തൊഴുത്തിനകത്ത്, നല്ലൊരു ബെഡ് പോലും ഇല്ലായിരുന്നു. പശുവിന് കൊടുക്കാൻ വെച്ച പുല്ലുകൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥലത്താണ് യേശുവിനെ കിടത്തിയത്. ഇന്ന് പാസ്റ്റർ ഇൻവൈറ്റ് ചെയ്തു, ഞങ്ങളിവിടെ വന്നു, ഞാൻ വന്നു, നല്ലൊരു പുൽപ്പിറ്റ് വന്നു, ഇത്ര ആളുകൾ ഇവിടെ ഇരിപ്പുണ്ട്, ശുശ്രൂഷിക്കാൻ പറ്റി. യേശുവിന് പ്രസംഗിക്കാൻ നേരത്ത് പോസ്റ്ററും ഇല്ല, ഇതും ഇല്ല, പുൽപ്പിറ്റും ഇല്ല. ആള് കൂടിയപ്പോൾ യേശു പത്രോസിനോട് ചോദിച്ചു, നിന്റെ പടക് കുറച്ച് നേരത്തേക്ക് എനിക്ക് തരുമോ, എനിക്കൊന്ന് പ്രസംഗിക്കാൻ. സ്വന്തമായി പടകില്ലാത്തവൻ. പിന്നെ ഒരു പാട്ടുമുണ്ട്, വാക്യമുണ്ട്, എന്താ? പാമ്പുകൾക്ക് എങ്ങനെ പക്ഷെ പാമ്പുകൾക്ക് മാളമുണ്ട്, കുറുനരിക്ക് പറവകൾക്ക് ആകാശമുണ്ട്. അയ്യോ, 1 സെന്റ് ഭൂമിയില്ലാത്ത ആള്. സ്തോത്രം എല്ലാം പോയല്ലോ. 1 സെന്റ് ഭൂമിയില്ല, സ്വന്തമായി പടകില്ല, ബിസിനസ്സില്ല, കണ്ടാ വലിയ ഗെറ്റപ്പില്ല, അംബാനിയെ പോലൊന്നും തോന്നത്തില്ല, എലോൺ മസ്കിനെ പോലെ തോന്നത്തില്ല. ജനിച്ചത് പുൽത്തൊഴുത്തിനകത്ത്. പക്ഷെ നടക്കുന്ന ആൾക്കറിയാം, എനിക്ക് 1 സെന്റ് ഭൂമിയില്ല, പക്ഷെ യൂണിവേഴ്സിന്റെ ഓണറാണ് നടക്കുന്നത്. നക്ഷത്രങ്ങളെ വിരലിൽ ഹാൻഡിൽ ചെയ്യുന്നവനാണ് നടക്കുന്നത്. ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ഭൂതലവും അതിലെ നിവാസികളും എൻ്റെ അപ്പൻ്റെ വകയാ. ഞാൻ അതിൻ്റെ അവകാശിയാണ്. ഓ അത് പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ പറയാം, യേശുവിനെ ജനിച്ചു കിടത്തിയത് നല്ല ബെഡിലല്ല, പുല്ലിനകത്താണ് കിടത്തിയത്. കാര്യം ശരിയാ. പക്ഷെ അന്ന് കർത്താവിന് കുറച്ച്, യേശുവിന് മിനിറ്റുകൾ, മണിക്കൂറുകൾ മാത്രം പ്രായമുള്ളൂ. മണിക്കൂറുകൾ മാത്രം പ്രായമുള്ള ആൾക്ക് കുറച്ച് ഗിഫ്റ്റുകൾ വന്നു. ഗിഫ്റ്റ് വന്നത് 5 രൂപയുടെ ഡ്രസ്സല്ല, ഗോൾഡാ ഗിഫ്റ്റ് വന്നേ. ഓ, നിങ്ങൾ ആമേൻ പറയത്തില്ല. കിലോ കണക്കിന് ഗോൾഡാ വന്നത്. കിടക്കുന്ന സ്ഥലമല്ല, കിടക്കുന്ന ആളാ വിഷയം. ഓ, മനസ്സിലാകുന്നില്ല. നിന്റെ വീട് ചെറുതായിരിക്കാം, നിന്റെ സാമ്പത്തികം ചെറുതായിരിക്കാം, പക്ഷെ നിന്റെ വീടോ നിന്റെ കിടക്കയല്ല, നീയാ വിഷയം. നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ്, പുത്രിയാണ്. ഇത് പറയുമ്പോൾ ഞാൻ ചിലരോട് പറയുന്നു, നിന്റെ വിളിക്കൊത്ത ഗിഫ്റ്റുകൾ ദൈവം തരാൻ പോകുകയാ. ഓ, കാര്യം ശരിയാ. പത്രോസിനോട് വാടകയ്ക്ക് പടക് മേടിച്ച് പ്രസംഗിച്ചത്.
പക്ഷെ പ്രസംഗിച്ച് തീർന്നു കഴിഞ്ഞിട്ട് ആ പടക് ചുമ്മാ തിരിച്ചു കൊടുത്തില്ല. 153 പെരുത്ത മീൻകൂട്ടത്തെ നിറച്ചിട്ടാ തിരിച്ചു കൊടുത്തതാ. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാം. ഈ ആള് പ്രോസ്പിരിറ്റിയുടെ പുറകെ പോകുകയല്ല, ഇവൻ പോകുന്നിടത്തൊക്കെയും വർധന ഉണ്ടാകും. ഇവൻ കാലുകുത്തുന്നിടത്ത് നിറവുണ്ടാകും. ഇതിനകത്തിരിക്കുന്ന ചിലരുടെ മേൽ ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥിക്കുക. കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചോ. യേശുവിന്റെ നാമത്തിൽ അസാധാരണ ഗിഫ്റ്റുകൾ വരട്ടെ. അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റുകൾ വീടുകളെ തേടി അഡ്രസ് തെറ്റാതെ വരട്ടെ. കർത്താവ് ഇതിനകത്ത് കപ്പലുകൾ കയറി സഭയുമായി ബന്ധപ്പെട്ട വലിയ കണ്ടെയ്നേഴ്സിനകത്ത് വലിയ ഗിഫ്റ്റുകൾ, ഇത് പറഞ്ഞപ്പോൾ ദൈവാത്മാവ് അതിനോട് ആഡ് ചെയ്യിക്കുന്നു. ഇമ്മീഡിയറ്റ്ലി ചിലരെ സ്പോൺസർ ചെയ്യാൻ പോകുകയാ. നിങ്ങളുടെ സ്ഥിതികൾ ഇതൊരു അടയാളം മാത്രമായിരിക്കും. ചില വീടുകൾക്കകത്ത് അൺഎക്സ്പെക്റ്റഡ് ഗിഫ്റ്റുകൾ വരാൻ പോകുകയാ. ദൈവത്താൽ ചിലത് സംഭവിക്കാൻ പോകുകയാ. നിന്റെ തലമുറയ്ക്ക് ചിലര് വലിയത് തുറക്കപ്പെടാൻ പോകുകയാണ്. അത് വിശ്വസിക്കുന്നവർ കണ്ണുകളെ അടച്ചോ, ആമേൻ പറഞ്ഞോ. പ്രാർത്ഥിച്ച കണ്ണുകളെ അടച്ച് പ്രാർത്ഥിച്ചു.